വായിലെപ്പോഴും പച്ചയിറച്ചിയും പച്ചച്ചോരയും, തനി വേട്ടാളനും തനി കാട്ടാളനും. ആ എന്നെ കൊന്ത പിടിപ്പിച്ചതും ശുശ്രൂഷകനാക്കി തീർത്തതും ഒരു പാവപ്പെട്ട അമ്മയുടെ വിശുദ്ധ നാവിന്റെ പ്രാർത്ഥനയാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ഒരിക്കൽ പോലും എന്റെ അമ്മയ്ക്ക് 77 വയസ്സുണ്ട്, ഇന്ന് വരെ ഒരിക്കൽ പോലും ഒരു മനുഷ്യരെയും മുറിപ്പെടുത്തിയിട്ടില്ല. എന്താ കാരണം? ഒരമ്മയുടെ ശുദ്ധിയുള്ള നാവാണ്. മോനെ എന്നല്ലാതെ തികച്ച് വിളിക്കില്ല പ്രിയപ്പെട്ടവരെ. ഒരു കല്യാണം വിളിക്കില്ല, ഒരു ആദ്യ കുർബാന വിളിക്കില്ല, ഒരു മരണം വിളിക്കില്ല, ഒരു മരണം അറിയിക്കില്ല, ഒരു കർമ്മവും എന്റെ വീട്ടിൽ വിളിക്കില്ല. വിളിക്കാത്തതിന്റെ കാരണം ഇങ്ങനത്തെ ഒരു നാശത്തിന്റെ പുത്രൻ അവരുടെ വീടിന്റെ അകത്തുള്ളത് കൊണ്ട് എല്ലാവർക്കും പേടിയാണ്. ഒരമ്മയുടെ വില കുറഞ്ഞ സ്നേഹമായിരുന്നുവെങ്കിൽ എന്നെ പണ്ടേ ഭൂമിയിൽ ഞാൻ അവസാനിച്ചത്. ഞാൻ ഇന്ന് അവസാനിക്കാതിരിക്കുന്നത് ഒരമ്മയുടെ പ്രാർത്ഥനയാണ്. എൻ്റെ അപ്പന് പോലും സമനില തെറ്റിപ്പോയി എൻ്റെ ജീവിതം കണ്ടിട്ട്. അപ്പം 3 കൂട് മെഴുകുതിരി പള്ളിക്കകത്ത് തോമാശ്ലീഹയ്ക്കും ഔഷപിതാവിനും മാതാവിനും സെബസ്ത്യാനോസിനും കത്തിച്ച് വെച്ചിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നു ദൈവമേ, അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ഏതെങ്കിലും സൂപ്പർ ഫാസ്റ്റോ ഏതെങ്കിലും ടിപ്പർ ലോറി എത്ര എണ്ണം ചാകണ വണ്ടിക്കടിയിൽ പോയി ഇതൊക്കെ ചത്തിരുന്നെങ്കിൽ. എൻ്റെ ജീവിതം വളരെ മോശപ്പെട്ട ജീവിതമായിരുന്നു. ഒന്ന്, ഞാൻ കിടന്നുറങ്ങുന്നത് ശവക്കല്ലറയിലാണ്. എൻ്റെ ഉറക്കം എവിടെയാണ്? കല്ലറയിലാണ്. ഒരച്ഛന്മാരും എന്നോട് ചോദിക്കാറില്ല എന്താണ് ഇവിടെ കിടക്കണതെന്ന്. ചോദിച്ചാൽ ഒറ്റ ചോദ്യം ചോദിക്കുള്ളൂ, പിന്നെ ചോദിക്കേണ്ടി വരില്ല. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ എന്ന് പറഞ്ഞാൽ അഹങ്കാരിയായിരുന്നു. അഹങ്കാരം തലക്ക് പിടിച്ചിരിക്കുന്നു. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. ഒന്ന്, കിടപ്പ് എവിടെയാണ്? വീട്ടിലും കിടക്കും, കല്ലറയിലും കിടക്കും, വീട്ടിലും കിടക്കും, റോട്ടിലും കിടക്കും, മാർക്കറ്റിലും കിടക്കും, എവിടെയും കിടക്കും. ചിലപ്പോ തുണി ഉണ്ടാവൂല. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. രണ്ടാമത്തെ പ്രത്യേകത, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങളല്ല ഞാൻ കഴിക്കുന്നത്. എൻ്റെ ഭക്ഷണത്തിന്റെ പ്രത്യേകത, ഒരു സാധനവും വേവിച്ച് കഴിക്കാറില്ല, എല്ലാം പച്ചക്കേ തിന്നുള്ളൂ. അത് മീനാണെങ്കിലും പച്ചക്കേ തിന്നുള്ളൂ, ചിക്കൻ ആണെങ്കിലും പച്ചക്കേ തിന്നുള്ളൂ, ബീഫാണെങ്കിലും പച്ചക്കേ തിന്നുള്ളൂ. പ്രധാനപ്പെട്ട ആഹാരം പാമ്പ്, പഴുതാര, പല്ലി, എട്ടുകാലി. അതിലേറ്റവും ഇഷ്ടപ്പെട്ട ആഹാരമാണ് എലി. എൻ്റെ ഫേവറേറ്റ് ആഹാരമാണ്, ഇഷ്ടപ്പെട്ട ആഹാരമാണ്. കാലത്തെ എലി പിടിച്ചാൽ, എലിയുടെ വാലെ പിടിച്ചാൽ എലി ഇങ്ങനെ പെടക്കുമ്പോൾ ഇങ്ങനെ വായിലേക്ക് വെക്കും. അവ കീ എന്നൊരു സ്വരം കേൾക്കും. എന്ന് പറഞ്ഞാൽ എലി ചത്തതാണ്. വായി കിടന്നാണ് എലി ചാകുന്നത്. പിന്നെ മണ്ണിൽ നിന്നൊരു സാധനം കിട്ടുമല്ലോ, എനിക്ക് നൂഡിൽസാണ്. ഞാൻ ചായയിലിട്ട് കുടിക്കുന്നത് സാധനം അതാണ്. അല്ലെങ്കിൽ കള്ളൊഴിച്ചിട്ട് കള്ളി കുടിക്കും, അല്ലെങ്കിൽ ബിയറിലിട്ട് കുടിക്കും, അല്ലെങ്കിൽ മദ്യത്തിലിട്ട് കുടിക്കും. അപ്പൊ അച്ചാറും വേണ്ട, ഒന്നും വേണ്ട. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയാ. എനിക്ക് നൂഡിൽസാണ്. പഴുതാരനൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ വായിലേക്ക് വെച്ച തിന്നും. എന്ത് സാധനം? എട്ടുകാലി. പട്ടീനെ കൊന്നിട്ട് പച്ചക്കാണ് തിന്നണത്. പൂച്ച, പട്ടി, സകല സാധനങ്ങളും. മദ്യം കഴിക്കണ വെളുപ്പിനെ 3:30 മണിക്ക് മാർക്കറ്റിൽ പോത്തിനെയും പന്നീനെയും വെട്ടിക്കൊന്ന് അതിന്റെ ചോര കപ്പിനകത്താക്കിയിട്ട് മദ്യത്തിൽ ഒഴിച്ചു കുടിക്കും. ചോര ഇല്ലെങ്കിൽ മൂത്രം ഒഴിച്ചു കുടിക്കും. എങ്ങനെയാണ് പിന്നെ ഇങ്ങനെ ആയിത്തീർന്നത്? ഇങ്ങനെ മാനസാന്തരപ്പെടാൻ കാരണം എന്താണ്? അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. മാനസാന്തരപ്പെടാൻ ഒറ്റ കാരണമേ ഉള്ളൂ. അമ്മയുടെ രാത്രി 1 മണിയാകുമ്പോൾ എല്ലാവരും കിടന്നുറങ്ങിക്കഴിയുമ്പോൾ അമ്മ മെറ്റിലിട്ട് പ്രാർത്ഥിക്കും. മെറ്റിലിട്ട് 1 മണിക്ക് മെറ്റിലിട്ട് കഴിഞ്ഞാൽ അമ്മ മെറ്റിലിൻ്റെ മുകളിൽ മുട്ടുകുത്തി കഴിഞ്ഞാൽ ഏകദേശം ഒരു 4-4:30 മണി വരെ അമ്മ കല്ലിമ്മ തന്നെ മുട്ടുകുത്തി വെക്കും. അങ്ങനെ 14 കൊല്ലം അമ്മ പ്രാർത്ഥിക്കും. എന്താണ് അമ്മയുടെ പ്രാർത്ഥന?
ഈ നശിച്ചവനെ രക്ഷിക്കണമെന്നല്ല, ഈ മദ്യപാനിയെ രക്ഷിക്കണമെന്നല്ല, ഈ കഞ്ചാവിലും ലഹരിമരുവിലും അടിമപ്പെട്ടവനെ രക്ഷിക്കണമെന്നല്ല അമ്മ പ്രാർത്ഥിക്കുന്നത്. അമ്മ പ്രാർത്ഥിക്കുന്നത് എന്താണ്? എൻ്റെ കുറവുകൾ പറഞ്ഞിട്ടല്ല അമ്മ പ്രാർത്ഥിക്കുന്നത്, എൻ്റെ കുറെ പാപങ്ങൾ പറഞ്ഞിട്ടല്ല എൻ്റെ അമ്മ പ്രാർത്ഥിക്കുന്നത്. എൻ്റെ അമ്മ പ്രാർത്ഥിക്കുന്നത് സാവൂളിനെ പൗലോസാക്കിയ പരിശുദ്ധാത്മാവേ, പറഞ്ഞേ, സാവൂളിനെ എപ്പോഴെങ്കിലും സമയം കിട്ടിയാൽ എൻ്റെ മകനെ ഒന്ന്, എത്ര ലാളിത്യമുള്ള പ്രാർത്ഥന, എത്രയോ ശ്രേഷ്ഠമായ പ്രാർത്ഥനയാണ്. അപ്പം അങ്ങനെ അമ്മ പ്രാർത്ഥിക്കുകയാണ്. ഒരു ദിവസം ഞാൻ ഇതുപോലെ ശരിക്ക് നല്ലോണം മദ്യപിച്ചിട്ടുണ്ട്. ലഹരി വസ്തുക്കൾ ഉപയോഗം, ഇഞ്ചക്ഷൻ, ഗുളിക എല്ലാം വളരെ ബോധമില്ലാതെയാണ് കയറി വന്നത്. കാരണം കാലൊന്നും നിലത്തുറക്കണില്ല. കാരണം എന്താണ്? മയക്കുമരുന്നാണ്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയാ. അപ്പൊ അമ്മ ഈ 14 കൊല്ലം പ്രാർത്ഥിക്കും മെറ്റിലും. അപ്പൊ ബൈബിളൊക്കെ തല്ലി തകർത്തൊക്കെ കത്തിച്ചു കളഞ്ഞത്, എല്ലാം വീട്ടിലൊരു സാധനമില്ല, രണ്ടാമത് വീണ്ടും വെച്ചിരിക്കുക. അപ്പൊ അമ്മയുടെ പ്രാർത്ഥന ലഹരി വസ്തുക്കൾ മോചനം പ്രാപിക്കണമെന്നല്ല, പൗലൂസിനെ തൊട്ടതുപോലെ സാവൂളിനെ തൊട്ടത് എപ്പോഴെങ്കിലും സമയം കിട്ടിയ. ഇപ്പോ കയറി വരുമ്പോൾ ഹൃദയ രൂപത്തിന്റെ അവിടെ വന്ന് ഞാൻ രാത്രി ബെല്ലടിച്ച് അകത്ത് കയറി വാതിൽ തുറന്നു തന്ന് തിരുഹൃദയ രൂപത്തിന്റെ അകത്ത് അടുത്തെത്തുമ്പോൾ അമ്മ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. എന്ത്? എപ്പോഴെങ്കിലും സമയം കിട്ടുവാണെങ്കിൽ പരിശുദ്ധാത്മാവെ ഒന്ന് തൊട്ടേക്കണം. ഭീകരനായിട്ട് നിൽക്കുക, എന്നെ ആരും തോപ്പിക്കൂലെന്ന് പറഞ്ഞാണ് നിൽക്കണത്. ഞാനാണല്ലോ വലിയ അവിടുത്തെ വലിയ ആള്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയാ. അഹങ്കാരം തലക്ക് കയറിയിരിക്കുകയാണ്. തിരുഹൃദയ രൂപത്തില് അവിടെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോ ഇപ്പൊ നടക്കാൻ പറ്റണില്ല. അപ്പൊ അപ്പുറത്തെ മുറിയിലേക്ക് പോവുക. രൂപത്തിന്റെ നടുക്കെത്തിയപ്പോ അവസ്ഥ മാറി. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയാ. കാരണം 14 കൊല്ലം രക്തം ചിന്തിയ സ്ഥലമാണ്. ഒരു പാവപ്പെട്ട സ്ത്രീയുടെ പ്രാർത്ഥനയുടെ കണ്ണീര് വീണ സ്ഥലം, രക്തം വീണ സ്ഥലം, കല്ലിന്റെ മുകളിൽ മുട്ടുകുത്തി തഴമ്പിന്റെ അനുഭവമുള്ള സ്ഥലം. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയാ. അവിടെ വന്ന് നിൽക്കലും മുന്നോട്ട് പോകാൻ പറ്റിയില്ല. രാത്രി അടുത്ത മുറിയിലേക്ക് പോകണ്ടേ? അവർക്ക് പറഞ്ഞ ഹല്ലേലൂയാ. കാരണം എന്താണ്? അതിനു മുമ്പ് ഒരു കാര്യം സംഭവിച്ചു. ഒരു കൈയൊന്നും കണ്ടിട്ടില്ല, പക്ഷെ കൈ ഇവിടെ പതുക്കെ ഈ കാല് പതുക്കെ മുട്ടുകുത്തിക്കാൻ ശ്രമിക്കുകയാണ്. അടുത്ത സ്റ്റെപ്പില് അടുത്ത കൈ വന്നു. അപ്പൊ ഇങ്ങനെ ആയി രൂപത്തിന്റെ അവിടെ. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയാ. പെട്ടെന്ന് തിരുഹൃദയ രൂപത്തിന്റെ അകത്തുനിന്ന് പുകയും തീയും, ശക്തമായ പുക. എന്റെ അമ്മോ, എന്തൊരു പുകയാണത്! തീയും പുകയും. എൻ്റെ ജീവിതം വളരെ മോശപ്പെട്ട ജീവിതമായിരുന്നു. ഒന്ന്, ഞാൻ കിടന്നുറങ്ങുന്നത് ശവക്കല്ലറയിലാണ്. എൻ്റെ ഉറക്കം എവിടെയാണ്? കല്ലറയിലാണ്. ഒരച്ഛന്മാരും എന്നോട് ചോദിക്കാറില്ല എന്താണ് ഇവിടെ കിടക്കണതെന്ന്. ചോദിച്ചാൽ ഒറ്റ ചോദ്യം ചോദിക്കുള്ളൂ, പിന്നെ ചോദിക്കേണ്ടി വരില്ല. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. എന്ന് പറഞ്ഞാൽ അഹങ്കാരിയായിരുന്നു. അഹങ്കാരം തലക്ക് പിടിച്ചിരിക്കുന്നു. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. ഒന്ന്, കിടപ്പെവിടെയാണ്? വീട്ടിലും കിടക്കും, കല്ലറയിലും കിടക്കും, വീട്ടിലും കിടക്കും, റോട്ടിലും കിടക്കും, മാർക്കറ്റിലും കിടക്കും, എവിടെയും കിടക്കും. ചിലപ്പോ തുണി ഉണ്ടാവൂല. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. രണ്ടാമത്തെ പ്രത്യേകത, നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണ സാധനങ്ങളല്ല ഞാൻ കഴിക്കുന്നത്. എൻ്റെ ഭക്ഷണത്തിന്റെ പ്രത്യേകത, ഒരു സാധനവും വേവിച്ച് കഴിക്കാറില്ല, എല്ലാം പച്ചക്കേ തിന്നുള്ളൂ. അത് മീനാണെങ്കിലും പച്ചക്കേ തിന്നുള്ളൂ, ചിക്കൻ ആണെങ്കിലും പച്ചക്കേ തിന്നുള്ളൂ, ബീഫാണെങ്കിലും പച്ചക്കേ തിന്നുള്ളൂ. പ്രധാനപ്പെട്ട ആഹാരം പാമ്പ്, പഴുതാര, പല്ലി, എട്ടുകാലി. അതിലേറ്റവും ഇഷ്ടപ്പെട്ട ആഹാരമാണ് എലി. എൻ്റെ ഫേവറേറ്റ് ആഹാരമാണ്, ഇഷ്ടപ്പെട്ട ആഹാരമാണ്. കാലത്തെ എലി പിടിച്ചാൽ, എലിയുടെ വാലയെ പിടിച്ചാൽ എലി ഇങ്ങനെ പിടക്കും,
പെടക്കുമ്പോൾ ഇങ്ങനെ വായിലേക്ക് വെക്കും. അവ കീ എന്നൊരു സ്വരം കേൾക്കും. എന്ന് പറഞ്ഞാൽ എലി ചത്തതാണ്. വായി കിടന്നാണ് എലി ചാകുന്നത്. പിന്നെ ഈ മണ്ണിൽ നിന്നൊരു സാധനം കിട്ടുമല്ലോ. എനിക്ക് നൂഡിൽസ് ആണ്. ഞാൻ ചായയിലിട്ട് കുടിക്കുന്നത് സാധനം അതാണ്. അല്ലെങ്കിൽ കള്ളൊടിച്ചിട്ട് കള്ളി കുടിക്കും, അല്ലെങ്കിൽ ബിയറിലിട്ട് കുടിക്കും, അല്ലെങ്കിൽ മദ്യത്തിലിട്ട് കുടിക്കും. അപ്പൊ അച്ചാറും വേണ്ട, ഒന്നും വേണ്ട. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. എനിക്ക് നൂഡിൽസ് ആണ്. പഴുതാരനൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ വായിലേക്ക് വെച്ചാൽ തിന്നും. എന്ത് സാധനം? എട്ടുകാലി. പട്ടീനെ കൊന്നിട്ട് പച്ചക്കാണ് തിന്നണത്. പൂച്ച, പട്ടി, സകല സാധനങ്ങളും. മദ്യം കഴിക്കണ വെളുപ്പിനെ 3:30 മണിക്ക് മാർക്കറ്റിൽ പോത്തിനെയും പന്നീനെയും വെട്ടിക്കൊന്ന് അതിന്റെ ചോര കപ്പിനകത്താക്കിയിട്ട് മദ്യത്തിലൊഴിച്ച് കുടിക്കും. ചോര ഇല്ലെങ്കിൽ മൂത്രം ഒഴിച്ച് കുടിക്കും. വായിലെപ്പോഴും പച്ച ഇറച്ചിയും പച്ചച്ചോരയും. തനി വേട്ടാളനും തനി കാട്ടാളനും. ആ എന്ന കൊന്ത പിടിപ്പിച്ചതും ശുശ്രൂഷകനാക്കി തീർത്തതും ഒരു പാവപ്പെട്ട അമ്മയുടെ വിശുദ്ധ നാവിന്റെ പ്രാർത്ഥനയാണ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ഒരിക്കൽ പോലും എന്റെ അമ്മയ്ക്ക് 77 വയസ്സുണ്ട്. ഇന്ന് വരെ ഒരിക്കൽ പോലും ഒരു മനുഷ്യരെയും മുറിപ്പെടുത്തിയിട്ടില്ല. എന്താ കാരണം? ഒരമ്മയുടെ ശുദ്ധിയുള്ള നാവാണ്. മോനെ എന്നല്ലാതെ തികച്ച് വിളിക്കില്ല പ്രിയപ്പെട്ടവരെ. ഒരു കല്യാണം വിളിക്കില്ല, ഒരു ആദ്യ കുർബാന വിളിക്കില്ല, ഒരു മരണം വിളിക്കില്ല, ഒരു മരണം അറിയിക്കില്ല, ഒരു കർമ്മവും എന്റെ വീട്ടിൽ വിളിക്കില്ല. വിളിക്കാത്തതിന്റെ കാരണം ഇങ്ങനത്തെ ഒരു നാശത്തിന്റെ പുത്രൻ അവരുടെ വീടിന്റെ അകത്തുള്ളത് കൊണ്ട് എല്ലാവർക്കും പേടിയാണ്. ഒരമ്മയുടെ വില കുറഞ്ഞ സ്നേഹമായിരുന്നുവെങ്കിൽ എന്നെ പണ്ടേ ഭൂമിയിൽ ഞാൻ അവസാനിച്ചത്. ഞാൻ ഇന്ന് അവസാനിക്കാതിരിക്കുന്നത് ഒരമ്മയുടെ പ്രാർത്ഥനയാണ്. എൻ്റെ അപ്പന് പോലും സമനില തെറ്റിപ്പോയി എൻ്റെ ജീവിതം കണ്ടിട്ട്. അപ്പം 3 കൂട് മെഴുകുതിരി പള്ളിക്കകത്ത് തോമാശ്ലീഹയ്ക്കും ഔഷപിതാവിനും മാതാവിനും സെബസ്ത്യാനോസിനും കത്തിച്ച് വെച്ചിട്ട് പറഞ്ഞു, എൻ്റെ പൊന്നു ദൈവമേ, അല്പമെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ഏതെങ്കിലും സൂപ്പർ ഫാസ്റ്റോ ഏതെങ്കിലും ടിപ്പർ ലോറി എത്ര എണ്ണം ചാകണ വണ്ടിക്കടി പോയി ഇതൊക്കെ ഒന്ന് ചത്തിരുന്നെങ്കിൽ. എൻ്റെ 3 പെങ്ങന്മാരും നല്ല വിദ്യാഭ്യാസ യോഗ്യതയുള്ളവരാണ്. എൻ്റെ പെങ്ങന്മാര് തലകുനിച്ചാ നിൽക്കണത്. കാരണം ആശമാണ്. സ്കൂളിൽ 7ാം ക്ലാസ്സിൽ പോണതും രാഘവൻ ചേട്ടന്റെ കള്ള് ഷാപ്പിൽ നിന്ന് കള്ളു കുടിച്ചിട്ടാണ് ക്ലാസ്സിൽ പോണത്. ആയുധങ്ങൾ, ബലഹീനമായ ജീവിതങ്ങൾ, ഒരുത്തനെയും ഭയമില്ലാത്ത ജീവിതം, ഒരുത്തനെയും പേടിയില്ല. ഏത് രാത്രിയും ഒറ്റക്ക് നേരിടും. 10 പേരൊന്നും വേണ്ട, ഒറ്റക്ക്. അങ്ങനെയാണ് പോണത്. 10 പേരുണ്ടെങ്കിൽ ധൈര്യം കൂടും. ആ ധൈര്യം തെറ്റായ ധൈര്യമാണ്. ഒറ്റക്ക് പോകുന്നത് ആ ധൈര്യം. അങ്ങനെ ഒരു ജീവിതത്തെ ദൈവം സ്വന്തമാക്കുകയാണ്. ഇപ്പൊ ഇത്ര എനിക്ക് പറയാൻ പറ്റുള്ളൂ. ബാക്കി ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട്. ഇനി പറയാൻ കൊള്ളൂല, അതുകൊണ്ട് പറയണമില്ല. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാത്രം പറഞ്ഞതേ ഉള്ളൂ. എൻ്റെ വീട്ടിൽ ബൈബിളില്ല, എല്ലാം കത്തിച്ചു കളഞ്ഞു. എൻ്റെ വീട്ടിൽ കൊന്തയില്ല, എല്ലാം കത്തിച്ചു കളഞ്ഞു. എൻ്റെ വീട്ടിൽ വിശുദ്ധരില്ല, എല്ലാത്തിനും തലയും കാലും കയ്യൊക്കെ ഒടിച്ചു കളഞ്ഞു. എൻ്റെ വീട്ടിൽ അലമാരിയിൽ തുണിയില്ല, എല്ലാം മണ്ണെണ്ണൊഴിച്ച് കത്തിച്ചു കളഞ്ഞു. എൻ്റെ വീട്ടിൽ ആഹാരം വെപ്പിക്കില്ല, എല്ലാം ഞാൻ പുറത്തു കൊണ്ട് കളയും. അത്ര നാശത്തിന്റെ ജീവിതം. അപ്പനാണെങ്കിൽ അപ്പന്റെ പേരെന്താണെന്നറിയാമോ? അപ്പന്റെ പേര് പുലി ആന്റണി എന്നാണ്. എൻ്റെ അപ്പനെ അറിയപ്പെടുന്നത് പുലി ആന്റണി എന്ന് അറിയപ്പെടുന്നത്. പുലിയാണ് പ്രിയപ്പെട്ടവൻ. പേര് കൊണ്ടും അർത്ഥം കൊണ്ടും. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. 2 ചേട്ടന്മാരും കുഴപ്പമില്ല, അത്യാവശ്യം ആ പേരിന് യോജിച്ചവർ തന്നെയാണ്. ഞാൻ മാത്രമാണ് വളരെ മോശമായി പോയത്. ഒരമ്മ നോക്കുമ്പോൾ കെട്ടിയാനിങ്ങനെ, മക്കളിങ്ങനെ, ഇളയതിങ്ങനെ, 3 പെങ്ങന്മാരെ കെട്ടിച്ചു വിട്ട വീട്ടിലെ 3 ഭർത്താക്കന്മാരും
രാവിലെ 6 മണി തുടങ്ങി രാത്രി 12 മണി വരെ കുടി തന്നെ കുടി, വലി കുടി, വലി കുടി. 18 വയസ്സിൽ കെട്ടിക്കേറി വന്ന ഒരു കപ്പ്യാരുടെ മകളാണ് എൻ്റെ അമ്മ. സ്വന്തമെന്ന് പറയാൻ എന്താണ് 6 മക്കള്, പക്ഷേ 24 മണിക്കൂറും കണ്ണുനീരിൻ്റെ ജീവിതം. ആരെയും കിടത്തി ഉറക്കുകയില്ല, സ്വയം ഉറങ്ങുകയില്ല. അപ്പുറത്തെ വീട്ടുകാരെ ഒട്ടും ഉറക്കാറില്ല. എല്ലാവരും പ്രാർത്ഥിക്കും, ഒന്ന് ചത്ത് കിട്ടിയിരുന്നെങ്കിൽ. രാത്രി 12 മണി, 1 മണി, 2 മണി, 3 മണിയൊക്കെ ആകുമ്പോഴാണ് പള്ളിമണിയുടെ കയറൂരിയെടുത്തിട്ട് ഞാനാണ് രാത്രി മണിയടിക്കണത്. കപ്പ്യാരും ഓടി വന്ന് ജോർജിയായിട്ട്, ആരാണ് രാത്രി 2 മണിക്ക് മണി? പക്ഷെ അടിച്ചപ്പോൾ കൂട്ടമണിയായി പോയി, മരണമണി അടിച്ച്. നമ്മക്കോലെ ലക്കം ഇതൊക്കെ ഉണ്ടാ, കഞ്ചാവിന്റെ ലഹരിയല്ലേ. അട്ടി ഓടി വന്നപ്പോ ജോർജിയേട്ടൻ വന്നപ്പോ നല്ല അട്ടിയാണ്. അപ്പൊ അയൽവാസികൾക്ക് അറിയാം ഞാനാണ് അടിക്കണമെന്ന്. അതുകൊണ്ട് പിന്നെ ആരും അങ്ങോട്ട് വരാറില്ല. ജോർജിയേട്ടൻ ഓടി വന്ന് പറഞ്ഞ്, നീയായിരുന്ന 2 എണ്ണം കൂടുതലടിച്ചു. എന്തിനാ? ചാകുമ്പോ എനിക്ക് പണിയില്ലല്ലോ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. എല്ലാം നാശമാണ് ജീവിതം. ഹോ, നാശത്തിന്റെ ജീവിതം എന്ന് പറഞ്ഞാലുണ്ടല്ല, നമുക്കൊന്നും വ്യാഖ്യാനിക്കാൻ പറ്റൂല, അത്രമാത്രം വൾഗറായ ജീവിതം. എപ്പോഴും വായിൽ ചോരയുണ്ടാവും. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. എൻ്റെ അപ്പൻ എന്നോട് ഇത്രമാത്രം വൈരാഗ്യം വന്നത്, എൻ്റെ അമ്മ മെറ്റിൽ കല്ലിട്ടേക്കാണ്. മെറ്റിൽ കല്ലിട്ടിട്ട് അമ്മ പ്രാർത്ഥനയാണ്. ഞാനൊരു ദിവസം വന്നപ്പോൾ അമ്മയുടെ മുട്ടൊക്കെ പൊട്ടി ചോര ഒഴുകി മെറ്റിലും മേലും ടൈൽസിലും മേലും കിടക്കുക. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. എനിക്ക് ചോര എന്ന് പറഞ്ഞാൽ വീക്ക്നെസ് ആണ്. അതിപ്പോൾ ഇന്ന ആളുടെ ചോരയൊന്നുമില്ല. ചോര എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെതാണെങ്കിലും വീക്ക്നെസ്. ഞാൻ ഉടനെ മുട്ടുകുത്തി ഈ ചോര കൈ കൊണ്ട് തുടച്ചെടുത്തിട്ട് നക്കിയിട്ട് ആ ചോര മുഴുവൻ കുടിച്ചിട്ട് പറഞ്ഞു, തള്ളേ, നിന്റെ ചോരക്ക് രുചിയില്ല, പോത്തിൻ്റെയും പന്നിയുടെയും ചോരക്കാണ്, നിനക്ക് ചാകാൻ പാടില്ലേ പോയി. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. വാ തുറന്ന തെറിയെ വിളിക്കുള്ളൂ. അത് അച്ഛനെയാണെങ്കിലും കൊള്ള, കന്യാസ്ത്രീ ആണെങ്കിലും കൊള്ള, ഇനി മെത്രാനാണെങ്കിലും കൊള്ള, ബിഷപ്പാണെങ്കിലും കൊള്ള, തെറിയെ വിളിക്കുള്ളൂ. പച്ചത്തെറി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേൾക്കണ സാധാരണ തെറിയല്ല. രചന ഞാൻ തന്നെ, സംഗീതം ഞാൻ തന്നെ, സംവിധാനം ഞാൻ തന്നെ, കഥാകൃത്തും തിരാകൃത്തും എല്ലാം ഞാൻ തന്നെ, എല്ലാ സ്പോട്ടിലുണ്ടാക്കി പറയും. മാർക്കറ്റുകാർ പറയും ജീവിതത്തിൽ കേട്ടിട്ടില്ല, കാരണം ഉണ്ടാക്കിയെന്ന് പറഞ്ഞേക്കണത്. ഒരിക്കൽ പറഞ്ഞ് ഹല്ലേലൂയ, ഒരിക്കൽ പറഞ്ഞ് ഹല്ലേലൂയ. അടുക്കളയിൽ ഉണ്ടാക്കി വെക്കണ ഭക്ഷണം മുഴുവനും മുറ്റത്ത് കൊണ്ട് നിട്ടിട്ട് മണ്ണ് വാരിയിടും. ആരും തെറ്റിക്കൂല. ഒരു പ്രത്യേക ജന്മമാണ്. അപ്പനൊരു ഭാഗത്ത് അടിച്ച് ഫിറ്റായിട്ട്, മകൻ ഒരു ഭാഗത്ത് അടിച്ച് ഫിറ്റായിട്ട് ഒക്കെ തകർക്കും. ഒരിക്കൽ പറഞ്ഞ ഹല്ലേലൂയ. രണ്ടാമത്തെ ചേട്ടൻ ഇലക്ട്രിക്കൽ കോൺട്രാക്ടറാണ്, ബിൽഡിംഗ് കോൺട്രാക്ടറാണ്. 10-12 പണിക്കാരുള്ളതാ. രാവിലെ തുടങ്ങിയത് ഇങ്ങനെ നിൽക്കുള്ളൂ, അടിച്ച് ഫിറ്റാണ്. ടർസിന്റെ മേളിൽ നിന്ന് ചേട്ടനെ കൊണ്ടുവരും, 2 പേര് കാലിലും കയ്യിലും പിടിച്ച്. കാരണം ആളിങ്ങനെ ഇരിക്കണം. കാലത്ത് തുടങ്ങി മറ്റേ ചേട്ടനും കുടിക്കും. ഒരിക്കൽ പറഞ്ഞ ഹല്ലേലൂയ. ഞാൻ പിന്നെ കുടിക്കൂല, കുളിക്കുകയും മറ്റൊത്തി കുളിക്കുകയും നീരാടുകയാണ്. ഒരിക്കൽ പറഞ്ഞ ഹല്ലേലൂയ, ഒരിക്കൽ പറഞ്ഞ ഹല്ലേലൂയ. നിങ്ങളൊന്ന് ആലോചിച്ചേക്ക്, വെളുപ്പിനെ 3 മണിക്കൊക്കെ ഗ്ലാസ്സിലേക്ക് മൂത്രം ഒഴിച്ചിട്ട് അതിന് മദ്യം ഒഴിച്ച് കുടിക്കണ എൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. നിങ്ങളുടെ ജീവിതത്തിൽ ഇടവകക്കാരിൽ ഇങ്ങനെ നിങ്ങൾ സാക്ഷ്യം കേട്ടിട്ടുണ്ടാ? ഒരു സ്ഥലത്തുമില്ല. അല്ല, അണക്കരെ പറഞ്ഞ് ഇവിടെയൊന്നും ആരും വന്നിട്ടില്ല, അട്ടപ്പാടിൽ വട്ടായിലത്ത് ഇങ്ങനെ ആളെ കണ്ടിട്ടില്ല. ഒരു സ്ഥലത്തും കേട്ടിട്ടില്ല, കേൾക്കുകയില്ല. വേണ്ട കൊന്തൊക്കെ പിടിച്ച് നീക്കണം. ഒറ്റ രാത്രി കൊണ്ടാണ് ഇങ്ങനെ ആക്കി കളഞ്ഞത് കർത്താവ്. ഒറ്റ രാത്രി, ഒറ്റ രാത്രി. ഇവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ഒറ്റ രാത്രി കൊണ്ട് ഞാൻ ഇങ്ങനെയായി. നാട്ടുകാർ നോക്കിയപ്പോ ഞാൻ കുളിച്ച് റെഡിയായി പള്ളിയിൽ നിൽക്കണം. നേരത്തെ കുളിക്കുകയില്ല, പല്ലും തേക്കൂല. എനിക്ക് ഇഷ്ടമല്ല കുളിക്കണം. എന്റെ പെങ്ങള് 96-ല് ഇംഗ്ലീഷ് മീഡിയം ടീച്ചറാണ്. അളിയൻ മസ്കറ്റിലാണ്, ഒമാനില്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. അവിടുത്തെ ഓട്ടോമൊബൈൽ കാറിന്റെ അസിസ്റ്റന്റ് മാനേജറാണ്. 1 പുള്ളി മാനേജറാണ്, 2 പുള്ളി തബലിസ്റ്റാണ്, 3 പുള്ളി
യേശുദാസ് പാട്ട് കേട്ടിട്ട് പുള്ളി പറഞ്ഞ്, ഞാൻ പാടിയ പാട്ട് ജോണി പാടിയപ്പോൾ ഞാൻ കരഞ്ഞുപോയി കൊച്ചിയിൽ വന്നപ്പോൾ. കാരണം പുള്ളി കാസറ്റിൽ പാടിയ പാട്ട് എൻ്റെ അളിയൻ പെരുന്നാളിന് പാടിയപ്പോൾ പുള്ളി ഇരുന്ന് കരയാണ്. ഓർക്കെ പറഞ്ഞ ഹല്ലേലൂയ. അത്രയും ശബ്ദ ഗാംഭീര്യമുള്ള ആളാണ് എൻ്റെ അളിയൻ. പക്ഷെ ഫുൾ ടൈം വെള്ളമാണ്. താമര എന്ന് പറയും. താമര എവിടെ നിൽക്കണത്? എൻ്റെ അപ്പൻ താമരയാണ്. എവിടെ നിൽക്കണത്? ഞാനെവിടെ? ഞാൻ താമരയല്ല. ഞാൻ എന്താണെന്ന് പോലും അറിയാൻ പാടില്ല. കാരണം വെള്ളത്തിലാണ്, നാട്ടിലാണ്, ഞാൻ മൊത്തം മുങ്ങി നിൽക്കുകയാണ്. ഓർക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഒരു സ്വസ്ഥതയില്ല പ്രിയപ്പെട്ടു. അതിൻ്റെ ഇടയ്ക്ക് ഒരു ഡയലോഗ്. അപ്പൻ്റെ അമ്മ പേര് മേരി. പേരെന്താണ്? മേരി. വായിന്ന് വന്നതാ ആ ഒരു ഡയലോഗ്. എന്താണ് ഡയലോഗ്? നാട്ടുകാരോട് ഡയലോഗ്. ഈ ഇളയതുണ്ടല്ല, എൻ്റെ മകൻ്റെ കൊച്ചല്ലെന്നാ എനിക്ക് തോന്നണത്. കാരണം അവരെ പോലെ ആരെ പോലും അല്ല എൻ്റെ മുഖം. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. തീവന്നത് കണ്ട മൊത്തം പ്രശ്നമാണ്, മൊത്തം പ്രതികൂലമാണ്. അതിൻ്റെ ഇടക്ക് പറയാണ് അപ്പൻ്റെ അമ്മ, എന്ത് ആറാമതിന് എന്തോ ഒരു കുഴപ്പമുണ്ട്, ഇതെൻ്റെ മകൻ്റെ കൊച്ചല്ല, എനിക്ക് സംശയമുണ്ട്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീക്ക് ഇനി സഹിക്കാൻ കണ്ടവരോടും പോണവരോടും മാർക്കറ്റുകാരോടും മീൻകാരോടും സകല ആൾക്കാരോടും പറയും, നോക്കിക്ക അവന്റെ മുഖം കണ്ട, മകന്റെ കൊച്ചല്ലെന്ന്. ബാക്കി എന്തെല്ലാം കണ്ട അർത്ഥല്ലേ ഇവരെ കണ്ട. ആൾക്കാരും പറഞ്ഞു എന്ത് സത്യമാണെന്നാ തോന്നണത്. സ്വഭാവം കൂടെ കണ്ടപ്പോ ശരിയായി, ഇത് വേറെ ആരണ്ടരക്ക കൊച്ചാണ്, ഇത് ഈ ചേച്ചിയുടെ കൊച്ചല്ല. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. എന്ന് പറഞ്ഞാൽ നാശത്തിന്റെ പുത്രൻ. അപ്പൊ അമ്മയുടെ പ്രാർത്ഥനയാണ് എന്ത് പറഞ്ഞേ? സാവൂളിനെ പറഞ്ഞേ, സാവൂളിനെ ഉറക്കെ പറഞ്ഞേ, സാവൂളിനെ ഇങ്ങനെ പറ, സാവൂളിനെ പൗലോസാക്കിയ പരിശുദ്ധാത്മാവേ, എപ്പോഴെങ്കിലും സമയം കിട്ടിയാൽ എൻ്റെ മകനെ ഒന്ന് തൊട്ടേക്കണേ. ഈ അമ്മേനെ ഇനി എന്താ ചെയ്യേണ്ടത്? ഇത്രയും നാച്ച മുഴുവനും കാണിച്ചിട്ട് പറയാണ് എന്തെന്ന്, സമയം കിട്ടുവാണെങ്കിൽ അല്ലാണ്ട് അവസാനിപ്പിക്കണം എന്നല്ല. എൻ്റെ അപ്പം പറഞ്ഞത് എന്തെന്ന്, ഇതെങ്കിലും ടിപ്പർ കയറി ചത്തിരുന്നെങ്കിൽ. അപ്പൻ്റെ വാക്കാണ് ഞാൻ ഓർക്കണത്. എൻ്റെ പൊന്നു മാതാവേ, വല്ല ടിപ്പറാ സൂപ്പറാ എന്തെങ്കിലും ഇടിച്ച് ചത്തിരുന്നെങ്കിൽ ഞാൻ ഈ കൊല്ലത്തെ തിരുനാള് ഞാൻ ഒറ്റയ്ക്ക് നടത്തിത്തരാം. എൻ്റെ അപ്പം പറഞ്ഞതാ എന്തെന്ന്, പെരുന്നാള് എന്ത് ചെയ്യണം? അതിന് മാതാവ് എന്ത് ചെയ്യണം? ടിപ്പറിടിച്ച് വെറും ചാകണമെന്നല്ല, തല വേറെ കാല് വേറെ കൈ വേറെ. അതെന്ത് പ്രാർത്ഥനയാണ്? ചത്താ പോരെ. അപ്പൊ അപ്പം പറയേ, എടാ നിന്റെ തലയും കാലും വേറെ പോയാൽ ഒരു ചാക്കിനകത്ത് കെട്ടി കുഴിച്ചിട്ടാൽ രാത്രി കട്ടൻ ചായ കുടിച്ച് നിന്റെ പിന്നെ പറയാൻ കൊള്ളൂല. ആരാധനയുടെ പ്രാർത്ഥനയാണ് അച്ഛൻ പറഞ്ഞത്, അപ്പം പറഞ്ഞത്, തെറിയാണ് പറഞ്ഞത്. എടാ പെട്ടി മേടിക്കണ കാശുണ്ടെങ്കിൽ നിന്നെ വല്ല ചാക്കിനകത്ത് കെട്ടി കുഴിച്ചിട്ടാ ആ പെട്ടിക്ക് എങ്ങനെ പുണ്യം കിട്ടും. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. നിന്നെ പെട്ടി കിടത്താനുള്ള യോഗ്യത പോലും പെട്ടിക്ക് പോലും നിന്നോട് അറപ്പ് തോന്നിപ്പോവും. മറ്റേ എല്ലാ ദിവസവും മെഴുകുതിരി കത്തിക്കലാണ് ചാകാൻ. അപ്പന്റെ കൂട്ടുകാരും കത്തിക്കും, എല്ലാരും കത്തിക്കലാണ് ചാകാൻ. ഒരിക്കൽ പറഞ്ഞ ഹല്ലേലൂയ. പക്ഷെ എന്തുമാകട്ടെ, കത്തിച്ചത് വിശുദ്ധരുടെ മുമ്പിലാണ്. അവർ പ്രാർത്ഥിച്ചത് മോശമായിട്ടാണെങ്കിലും വിശുദ്ധര പ്രാർത്ഥന വിശുദ്ധമാക്കി തീർത്തു. കരമടിച്ച് കർത്താവിന് ഒരു മഹത്വം കൊടുത്തു. പ്രാർത്ഥിച്ചത് നെഗറ്റീവാണ്, പോസിറ്റീവ് അല്ല. പക്ഷെ പ്രാർത്ഥിച്ചത് നെഗറ്റീവാണ്, പ്രാർത്ഥന കേട്ടത് പോസിറ്റീവായ ആൾക്കാരാണ്. അവർ പ്രാർത്ഥന എന്ത് ചെയ്തു? ആ നെഗറ്റീവ് പ്രാർത്ഥനയെ പോസിറ്റീവാക്കി ദൈവസന്നിധിയിലേക്ക് കൊടുത്തു. ദൈവം എന്ത് ചെയ്തു? അത് അനുഗ്രഹമാക്കി തീർത്തു. ഓർക്കെ പറഞ്ഞേ ഹല്ലേലൂയ. കുമ്പസാര കൂട്ടില് 4.5 മണിക്കൂറാണ് കുമ്പസാരം. എത്ര മണിക്കൂർ? കുമ്പസാര കൂട്ടിൽ അച്ഛൻ പേടിച്ചുപോയി പാപം കേട്ടിട്ട്. അച്ഛൻ പറഞ്ഞു, ജീവിതത്തിൽ ആദ്യമായിട്ട് അച്ഛൻ പറഞ്ഞ ആൾക്കാരെ വിളിച്ചിട്ട്
സങ്കീർത്തിന് ആളെ വിളിച്ചിട്ട് പറഞ്ഞ് ഒരു ജഗ് വെള്ളം തരാൻ പറഞ്ഞു. അച്ഛൻ, ഞാൻ പാവം പറയും, അച്ഛൻ വെള്ളം കുടിക്കും. അച്ഛൻ പറയാണ്, എൻ്റെ പൗരോഹിത്യ ജീവിതത്തിൽ ഇത്രമാത്രം വെള്ളം കുടിച്ച് കുമ്പസാരിച്ചത് എൻ്റെ കുമ്പസാരം മാത്രമാണ്. അതുകൊണ്ട് ഇനി അധികം കാലം ഞാൻ ജീവിച്ചിരിക്കൂല. സത്യമാണ്. അച്ഛൻ മരിച്ചുപോയി. കുമ്പസാരം കേട്ടിട്ടല്ല, അച്ഛൻ പ്രായമുള്ള അച്ഛനായതുകൊണ്ടാണ്. അല്ല, അതും പറയും. ഇപ്പൊ നിങ്ങൾ ചിരിച്ചില്ലേ? ഇപ്പൊ ചിരിച്ച അങ്ങനെ പോലും പറയാൻ പഠിച്ചത് ദൈവത്തിന്റെ ഞാൻ ചിരിക്കൂലല്ല, എൻ്റെ മുഖം എപ്പോഴും കാട്ടാളന്റെ മുഖമാണ്. എപ്പോഴും ഇങ്ങനെ ഏറ് പിടിച്ച നടക്കുള്ളൂ. ഇവിടെ എന്തോ കല്ല് കയറ്റി വെച്ച പോലെ. എന്നാ ഒന്നുമില്ല. പക്ഷേ ഞാൻ ആരാണ്? ഞാൻ ആരുമല്ല. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ ആരുമല്ലെന്ന് വന്നത് കർത്താവ് വന്നപ്പോഴാ ഞാൻ ആരാണെന്നും പറഞ്ഞ് നടക്കണത്. പാമ്പിനെയൊക്കെ പച്ചക്ക് തിന്നുമ്പോ എന്റെ ധാരണ ഭയങ്കരമാണെന്നാണ്. നാണം കെട്ടവന് നിന്റെ നാണയില്ലാത്ത ജീവിതമാണെന്ന് ഇപ്പോഴാ അറിയണത്. പൂച്ചേനൊക്കെ പച്ച തിന്നു കളയും. എനിക്കിപ്പോ ഓർക്കും വേണ്ടല്ല, പറയാൻ തന്നെ നാണോ. അപ്പൊ കേൾക്കണം നിങ്ങളുടെ അവസ്ഥ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. എന്റെ അമ്മ പറയും, ദേ നിന്റെ സാക്ഷ്യം പോയിട്ട് എവിടെയും പറഞ്ഞേക്കരുത്. എന്തിയേ ഏട്ടാ, അവര് മനുഷ്യരാണ്, അവർക്ക് അറപ്പും വെറുപ്പും ഒക്കെ വന്നും. ചിലപ്പോ വീട്ടിൽ തന്നെ ചോറും തിന്നൂലല്ലോ നീ കാരണം. അതുകൊണ്ട് സാക്ഷ്യം മനസ്സിൽ പറഞ്ഞാൽ മതി. എന്റെ അടുത്ത വാക്ക്, നീ പറയണമെന്നുണ്ടെങ്കിൽ പറഞ്ഞോ, ഇച്ചിരി കട്ടി കുറച്ച് പറഞ്ഞാൽ മതി. കട്ടി കുറച്ചതാണത്. 50 ഗ്രാമിന്റെ അല്ലേ, 100 ഗ്രാമിന്റെ കട്ടി 50 ഗ്രാമായിട്ട് പറഞ്ഞതാണ്. ഇതിങ്ങനെയൊന്നും അല്ലത്, അങ്ങനെ പറഞ്ഞു കളഞ്ഞതാണ്. എന്തിനാ അങ്ങനെ പറഞ്ഞെന്നറിയാമോ? എൻ്റെ അമ്മയെ ബഹുമാനിക്കുന്നത് കൊണ്ടാണ്. ഇപ്പൊ തല്ലിയാ പോലും പ്രൈസ് ദി ലോർഡ് എന്നാ പറയുള്ളൂ. അവർക്ക് പറഞ്ഞ് ഹല്ലേലൂയ. എന്റെ കൂട്ടുകാരന്മാര്, എടാ ഇവൻ ഒറ്റ രാത്രി കൊണ്ട് മാനസാന്തരപ്പെട്ട് ഇവന്റെ യഥാർത്ഥ കർത്താവാണെങ്കിൽ, എന്താണെന്ന്, ഇവന്റെ അകത്തിരിക്കുന്നത് യഥാർത്ഥ കർത്താവാണെങ്കിൽ ഇവനെ നമുക്കൊന്ന് പരീക്ഷിക്കണം, ഇവനെ നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യണം. ഓ, ടെസ്റ്റിങ് ഭയങ്കരമായി പോയിട്ടാ. ഓ, ഭയങ്കര പരീക്ഷയായി പോയി. IELTS പാസ്സാകണ പരീക്ഷയല്ല ഇട്ടത്, എൻ്റെ കൂട്ടുകാരിട്ട പരീക്ഷയാണ്. എന്താണെന്നറിയാമോ? ഞാൻ കണ്ണൂര് കൺവെൻഷൻ കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോ എൻ്റെ കൂട്ടുകാരന്മാര് റോട്ടിൽ എന്നെ കാത്തു നിൽക്കുകയാണ്. അവര് വന്നിട്ട് ഒരുത്തൻ എൻ്റെ ഷർട്ട് ഊരിയെടുത്തു, ഒരുത്തൻ എൻ്റെ പാൻറ് ഊരിയെടുത്തു, മറ്റവനെ ഷോക്സ് ഊരിയെടുത്ത്, വേറൊരുത്തൻ എൻ്റെ ഉള്ളിലെ ബനിയൻ ഊരിയെടുത്ത്, എല്ലാം കൂടി ഊരിയെടുത്തപ്പോൾ 33കാരൻ ക്രിസ്തു നിൽക്കുന്നത് പോലെ എന്നെ തുണിയില്ലാണ്ട് നിർത്തിയിരിക്കുക. എല്ലാം ഊരിയെടുത്ത് എൻ്റെ പേഴ്സിൽ കിടന്നത് 10,000 രൂപ. എന്നിട്ട് പറഞ്ഞേ, നീ നല്ല ക്രിസ്ത്യാനിയാണെങ്കിൽ തുണിയില്ലാണ്ട് നടന്നു പോയിക്കൊള്ളാൻ പറഞ്ഞു. ഓർക്കണം, ഞാൻ ജനിച്ചു വളർന്ന നാട്ടില് എൻ്റെ കൂട്ടുകാരെനിക്ക് സമ്മാനിച്ചതാണ് തുണിയില്ലാതെ എന്നെ നിർത്താൻ. പക്ഷേ ഞാൻ ആ തുണിയെ കൂരി, ഞാൻ തുണി വീട്ടിൽ ചെന്നിരിക്കാൻ ബെല്ലടിച്ചപ്പോ എൻ്റെ അമ്മ തുറന്ന്, എടാ നീ കണ്ണൂരിൽ നിന്ന് ഇങ്ങനെയാണോ വന്നത്? കണ്ണൂരിൽ നിന്നല്ല, വീടിൻ്റെ അടുത്തുനിന്ന്. ആ, കൂട്ടുകാരന്മാരാണല്ലേ, നല്ല കൂട്ടുകാരന്മാരാ. നിന്റെ തുണി ഊരിയെടുത്താലേ, ഒരമ്മ പറഞ്ഞ കേൾക്കണോട്ടാ, നിന്റെ തുണി ഊരിയെടുത്താലേ 33കാരനായ യേശുവിന്റെ തുണി ഊരിയെടുത്തപ്പോ നഗ്നനായി നിന്നപ്പോ അമ്മ അനുഭവിച്ച വേദന എന്തെന്നറിയണമെങ്കിൽ നിന്റെ കൂട്ടുകാരത് ഉലിഞ്ഞെടുത്താലേ ക്രിസ്തു അനുഭവിച്ച വേദന എന്തെന്ന് നീ പഠിക്കുകയുള്ളൂ. അങ്ങനെ ഒരമ്മ, അല്ലാണ്ട് അവനെ പോയി തല്ലടാ, നിന്റെ തുണി ഊരിയവനാണ്, അവന്റെ കൂടെ ഊരിയെടുക്ക് എന്നല്ല എൻ്റെ അമ്മ പറഞ്ഞത്. അമ്മ പറഞ്ഞത് 33കാരന്റെ തുണി ഊരിയതാണ്. നമ്മൾ അങ്ങനെയാണ് നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. ഇന്ന് രാവിലെ ഒരു കൊച്ചു വിളിച്ചിട്ടുണ്ടായി കോട്ടയത്ത് നിന്ന്. എന്താ വിളിച്ചത്? കരഞ്ഞുകൊണ്ടാണ്. പ്രാർത്ഥിക്കണം. എന്ത് നീ ചത്താ മതി. നീ എന്താണ് അങ്ങനെ പറയണം? നീ അങ്ങനെ പറയല്ലേ, ഇതൊരമ്മയല്ലേ.
അവള് പറയാണ്, എൻ്റെ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൻ എന്നെ ഒറ്റടി മുഖത്തിട്ട് തന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, നീ എന്തിനാ എന്നെ തല്ലിയത്? അതേ, അവളുടെ അവന്റെ അപ്പം പറഞ്ഞെന്ന് ഒരെണ്ണം കൊടുത്തേക്കാൻ. ഫോൺ വിളിച്ചു, നിന്റെ അമ്മക്ക് ഒരു തല്ലിന്റെ കുറവുണ്ട്, ഞാൻ ദുബായിലായതുകൊണ്ട് തല്ലാൻ പറ്റിയിട്ടില്ല, നീ എനിക്ക് പകരം ഒരെണ്ണം കൊടുത്തേക്കാൻ. ഒറ്റടി. അപ്പൊ ഭർത്താവിന്റെ അപ്പനും അമ്മയും അവൻ പറഞ്ഞു, സത്യമാണ്, ഒരെണ്ണം നിനക്കിട്ട് കിട്ടേണ്ട ആവശ്യമുണ്ട്, ഒരെണ്ണം കൂടെ കൊടുക്കണം. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. മനസ്സിലായോ? എന്നിട്ട് എന്താണ് ചെയ്യണത്? ദൂർത്തടിച്ച് നടക്കി, കിട്ടണ കാശ് മുഴുവനും ദൂർത്തടി. 2 വാഷിംഗ് മെഷീൻ, 2 മിക്സി, 2 ഫ്രിഡ്ജ്, എല്ലാം 2ആണ്. എന്താണ്? നീ തൊട്ടത് ഞാൻ തൊടൂല, ഇതെന്റെ മകൻ മേടിച്ചതാണ്, ഇത് നീ കൊണ്ടുവന്നതാണ്. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഒരു വീട്ടിൽ 2 കുറ്റി, ഒരു കുറ്റി ഭാരത്, ഇവിടെ അപ്പന്റെ അമ്മയുടെ ഇന്ത്യൻ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഒരു വീട്ടിൽ കത്തണത് 2 സിലിണ്ടറാണ്. എന്നിട്ട് പറഞ്ഞ് വർത്താനം അറിയോ? ഞങ്ങൾ ഗൾഫുകാരാണ്. ഞങ്ങൾ ആരാണെന്ന് പേര് മാത്രം ഉണ്ടാവുള്ളൂ. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് ജർമ്മനിയിൽ നിന്ന് ഒരു ഫാമിലി വന്ന്, പേര് മാത്രമുള്ളൂ, പേര് മാത്രമുള്ള ജർമ്മനിയിൽ നിന്ന്. കരച്ചിലാണ്, പട്ടി കരയണ പോലെ നിന്ന് കരയാണ്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. അവര് പറയാ, എന്റെ പൊന്നു ബ്രദറെ, 10-40 കൊല്ലട്ട് അമേരിക്കയില, പേര് മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും പേര് മാത്രമേ ഉള്ളൂ. കാരണം എന്താ? പേര് കേൾക്കുമ്പോ കൊല്ലാം, ദുഃഖത്തിലാണ് അവര് കണ്ണുനീരിലാണ്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നവരാ, പ്രാർത്ഥിക്കുന്ന ഒരു അമ്മ ഉണ്ടായതാണ് എൻ്റെ ഇത്. ഞാൻ എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞ്, ഒക്കെ കൊണ്ടുപോയിക്കോ, എനിക്ക് എൻ്റെ കർത്താവാണ് വലുത്. 40ഓളം ചെറുപ്പക്കാരെ കഞ്ചാവിനും മയക്കുമരുന്നിനും ഒക്കെ തിന്മയ്ക്ക് അടിമപ്പെട്ട് എൻ്റെ കൂട്ടുകാർ പറയുകയാണ്. പിറ്റേ ദിവസം കാലത്ത് 6 മണി കഴിഞ്ഞപ്പോ എടുത്തുകൊണ്ട് പോയ കൂട്ടുകാരന്മാരെല്ലാം വീടിന്റെ വാതിൽക്ക് വന്ന് നിൽക്കാണ്. വെല്ലടിച്ച്, അമ്മച്ചി, ഇത് മകന്റെ ഊരിയെടുത്തതാണ്, ഇവൻ ഇത്രയും മാറുമെന്നോ ഇങ്ങനെ ആയിത്തീരുമെന്നോ ഒരിക്കലും ഞങ്ങൾക്ക് വിശ്വസിക്കാനാവുകയില്ല. നിങ്ങൾക്കറിയാമോ, ആ 40ഓളം ചെറുപ്പക്കാർ മാനസാന്തരപ്പെട്ട് കർത്താവിന്റെ കരപിടിച്ചു കർത്താവേ സ്തുതിക്കുന്നു. ഞാൻ ഒരാൾക്കാണ് ക്ഷമ കൊടുത്തതെങ്കിൽ ബാക്കി 39 പേരിലേക്കും ഈ അഭിഷേകം വ്യാപരിക്കും. ഞാൻ ആർക്കും ക്ഷമ കൊടുക്കാനൊന്നും പോയില്ല. ഞാൻ ക്ഷമിച്ചങ്ങോട്ട് നിന്ന് ക്ഷമിച്ചപ്പോൾ അവരിലേക്ക് ഒരു കൃപ. ഇവൻ ഇത്രയും മാറ്റമുണ്ടെങ്കിൽ യേശു ആരാണ്? അവന്റെ അമ്മ ആരാണ്? കുർബാന എന്താണ്? കൂദാശ എന്താണ്? എൻ്റെ അളിയന്മാരൊന്നും മദ്യപിക്കുന്നില്ല, അളിയന്മാർ മാറുകയാണ്. ചേട്ടന്മാർ മാറി, 2 ചേട്ടന്മാരും വചനപ്രഘോഷകരാണ്. ഒരമ്മ പ്രസവിച്ച 3 ആൺമക്കളും കത്തോലിക്ക സഭയിൽ വചനപ്രഘോഷകരാണ്. കയ്യടിച്ചു കർത്താവ് നീ പറയും. അപ്പം മാറി, അപ്പം ആന്റണി എന്നുള്ളത് പുലി മാറി ആന്റണിയായി. എന്റെ ഇടവകയിൽ ഞാൻ ധ്യാനം നടത്തുമ്പോ, ഇടവകയിൽ സ്വന്തം ഇടവകയിൽ പ്രസംഗിക്കുമ്പോ എന്റെ അപ്പനാണ് ബൈബിൾ വായിച്ചത്, മകന്റെ സുവിശേഷത്തിന്. അപ്പം പറയാണ്, ഞാൻ കുമ്പസാരിക്കാൻ പോകുകയാണ്, ധ്യാനം കൂടിയിട്ടല്ല. ഞാൻ കുർബാന സ്വീകരിക്കാൻ പോകുകയാണ്, ധ്യാനം കൂടിയിട്ടല്ല. എന്റെ മകന്റെ മാറ്റം എന്നെ കുമ്പസാരത്തിലേക്ക് അടുപ്പിച്ചു. എന്റെ മകന്റെ വിശുദ്ധ ജീവിതം കണ്ടപ്പോൾ എനിക്ക് തോന്നി കുർബാന സ്വീകരിക്കണമെന്ന്. എന്റെ മകന്റെ ജീവിതം കണ്ടപ്പോൾ എനിക്ക് തോന്നി ഒരു മുഴുവൻ കൊന്ത ചെല്ലണമെന്ന്. ഞാൻ നിങ്ങളുടെ ഇടവകക്കാരോട് ചോദിക്കട്ടെ, നിങ്ങളുടെ മാറ്റം കണ്ടിട്ട് എത്ര പേര് കുമ്പസാരിച്ചു? നിങ്ങളുടെ മക്കളെന്തേ? ഇത്ര പേരേ ഉള്ളൂ പള്ളിയിൽ. ഒരു വികാരിയച്ഛൻ കഷ്ടപ്പെട്ടൊരു ധ്യാനം വെച്ചിട്ട് ദൂരമൊന്നും പ്രശ്നമല്ല. ഇവിടെ ആൾക്കാർ 12 കിലോമീറ്ററും നടന്ന് പള്ളി വരുന്ന വീട്ടുകാരുണ്ട്. ഞങ്ങൾക്കിപ്പോ ഇടുക്കിയിൽ ഞാൻ ധ്യാനം നടത്തിയ യൂത്തിന്റെ അന്ന് ഹർത്താല 9 മണി തൊട്ട് വൈകുന്നേരം 4 മണി വരെ ധ്യാനം. ഒരു കൊച്ച് 12 കിലോമീറ്റർ നടന്നു വന്നേക്ക്. അപ്പം ചോദിച്ചു, നീ അപ്പൊ പോന്ന്? ഞാൻ വെളുപ്പിന് 4:30 പോന്നതാ.
നീ തിരിച്ചങ്ങനെ പോവും, നടന്നു പോവും. എന്തിയേ എന്തിയേ നിനക്ക് മറ്റന്നാ വന്നാ പോരെ? അവൻ പറയുകയാണ്, കൂടുമ്പോ മുഴുവൻ കൂടണമെന്ന് ഉറക്കെ പറഞ്ഞു. ഹല്ലേലൂയ. നീ എന്തങ്ങനെ പറയാൻ കാരണം? എൻ്റെ അപ്പനും അമ്മയാണ് നടന്നു പോകാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞു തിരിച്ചു പോകണ്ട, എൻ്റെ വീട്ടിലെ നമ്പർ തരാൻ പറഞ്ഞു. നമ്പർ വിളിച്ചു. ഹർത്താൽ കഴിയട്ടെ, ധ്യാനം കഴിയട്ടെ. ധ്യാനം കഴിഞ്ഞപ്പോൾ തിരിച്ച് ഞാൻ കാറിന് കൊണ്ടാക്കി കൊടുത്ത് വീട്ടിൽ വലുതരമൂർത്തി പറഞ്ഞ ഹല്ലേലൂയ. അങ്ങനെ നമ്മുടെ മക്കളെത്തി. നാളെ പറഞ്ഞേക്കണം എല്ലാവരോടും. അല്ലാണ്ട് ഫ്രാൻസിസ് സേവ്യറിന്റെ തിരുനാൾ ആഘോഷിച്ചത് കൊണ്ടൊന്നും ഒരു കാര്യമില്ല. ഫ്രാൻസിസ് സേവ്യർ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നിങ്ങളോട് പറയും, ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ മത്തായി 16:26 ഒരു പ്രയോജനമില്ല. എത്ര ട്യൂഷന് പോയാലും എത്ര കുറ്റിയിരുന്ന് പഠിച്ചാലും ധ്യാനത്തിന് വരാത്തൊരു പഠിത്തം അത്ര നല്ലതല്ല പ്രിയപ്പെട്ടവരെ. സുവിശേഷം പ്രസംഗിക്കുമ്പോൾ നിങ്ങളുടെ മക്കൾ കമ്പ്യൂട്ടറിന്റെ മുമ്പിലാണെങ്കിൽ, ഈ ധ്യാനം നടക്കുമ്പോൾ നിങ്ങളുടെ മക്കൾ ഓൺലൈൻ ക്ലാസ്സിലാണെങ്കിൽ തിരിച്ചറിയണം, ഇത് നിങ്ങൾക്ക് നാശമുണ്ടാക്കി വെക്കും. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് വിളിച്ചു പറഞ്ഞേക്കണം, നാളെ അവസാനത്തെ ദിവസമാണ്, വരാതിരിക്കരുത്, ഇത് നഷ്ടമാണ്. എടി പഠിത്തം നിർത്തിക്കേ, എടാ മൊബൈൽ ഓഫ് ചെയ്തു. നാളത്തെ ധ്യാനം കൂടിയേറ്റ് മതി നിന്റെ പഠിത്തം. പഠിക്കണ്ട, വേണ്ട. എത്ര മാതാപിതാക്കൾക്ക് പറയാം. ഫ്രാൻസിസ് സേവ്യറിന്റെ തിരുനാൾ ആഘോഷിക്കുമ്പോ മത്തായി 16:26 വായിച്ചേ. ഞാൻ കുറ്റപ്പെടുത്തിയതല്ല, എന്റെ അമ്മയ്ക്ക് വന്നൊരു വിലാപം നിങ്ങൾക്ക് വരരുത് എന്നുള്ള ആത്മാഭിമാനവും ആത്മാഭിഷേകവും ഉള്ളത് കൊണ്ട് പറഞ്ഞതാ. മത്തായി 16:26 ഉറക്കെ വായിക്ക്. അടുത്ത വാക്ക് എന്ത് കൊടുക്കും പ്രിയപ്പെട്ടവരെ. കർത്താവ് വീണ്ടും വരും. കർത്താവ് വരുമ്പോഴേ, കർത്താവ് രണ്ടാം വരവ് വരുമ്പോ അത്തിവൃക്ഷത്തിന് പറ്റിയതുപോലെ ഉണങ്ങിപ്പോകരുത്. നിങ്ങൾ എന്താ ഓർത്തേക്കണത്? കർത്താവ് പൊട്ടനാണെന്നാ? കർത്താവ് മണ്ടനും പൊട്ടനൊന്നുമല്ല. അത്തിവൃക്ഷം ഉണങ്ങിപ്പോയത് അതിൽ എഴുതി വെച്ചിരിക്കുകയാണ്, അത് അത്തിപ്പഴത്തിന്റെ കാലമല്ലായിരുന്നു. കർത്താവ് പൊട്ടനാ? പഴമല്ലാതിരിക്കുന്ന ഒരു കാലത്ത്, സീസൺ അല്ലാത്തൊരു കാലത്ത് അതിനെ ഉണക്കിക്കളയാന്ന് പറഞ്ഞ എന്ത് വിട്ടിത്തരമാണത്? എന്ത് പൊട്ടത്തരമാണത്? കർത്താവ് എന്ന് പറയാൻ പറ്റൂ? കാലമല്ലാത്തൊരു കാലത്ത് അതിന് ഫലമില്ലെന്നും പറഞ്ഞു ഉടനെ തന്നെ ഉണക്കി കളഞ്ഞിട്ട് പറയാ വലിയ വലിയ കഥയാണെന്ന്. ഒന്നുമില്ല. കർത്താവ് എന്തിയെ അത്തിവൃക്ഷത്തെ ഉണക്കി കളഞ്ഞത്? ഞാൻ ചോദിച്ചു, കർത്താവേ നീ അത്തിവൃക്ഷത്തെ ഉണക്കി കളഞ്ഞത് എന്താണ് ഈ കാണിക്കുന്നത്? പൊട്ടത്തരം കാണിക്കരുത്. കർത്താവിനോട് പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. കർത്താവിന് എന്നോട് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അപ്പനും മകനുമാണ്. ഉടനെ കർത്താവ് പറയടാ, ഞാൻ പൊട്ടനും മണ്ടനുമായത് കൊണ്ടല്ല അത്തിവൃക്ഷത്തെ ഞാൻ ഉണക്കിക്കളഞ്ഞത്. ഞാൻ രണ്ടാം വരവിൽ വരുമ്പോ ഇത് തന്നെയായിരിക്കും ഞാൻ ലോകത്തോട് ചെയ്യുക. എന്നിട്ട് പറയാണ്, നീ എല്ലാ സമയവും ഫലമുള്ളവരായിരിക്കണം. പൊന്നു കർത്താവേ, ഞാൻ ഉണങ്ങിപ്പോകാതിരിക്കേണ്ടതിന് എന്നെ ഫലങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ. എങ്ങനെയാണ് പിന്നെ ഇങ്ങനെയായി തീർന്നത്? ഇങ്ങനെ മാനസാന്തരപ്പെടാൻ കാരണം എന്താണ്? അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. മാനസാന്തരപ്പെടാൻ ഒറ്റ കാരണമേ ഉള്ളൂ. അമ്മയുടെ രാത്രി 1 മണിയാകുമ്പോൾ എല്ലാവരും കിടന്നുറങ്ങിക്കഴിയുമ്പോൾ അമ്മ മെറ്റിലിട്ട് പ്രാർത്ഥിക്കും. മെറ്റിലിട്ട് 1 മണിക്ക് മെറ്റിലിട്ട് കഴിഞ്ഞ് അമ്മ മെറ്റിലിൻ്റെ മുകളിൽ മുട്ടുകുത്തി കഴിഞ്ഞാൽ ഏകദേശം ഒരു 4-4:30 മണി വരെ അമ്മ കല്ലിന്മേൽ തന്നെ മുട്ടുകുത്തി വെക്കും. അങ്ങനെ 14 കൊല്ലം അമ്മ പ്രാർത്ഥിക്കും. എന്താണ് അമ്മയുടെ പ്രാർത്ഥന? ഈ നശിച്ചവനെ രക്ഷിക്കണമെന്നല്ല, ഈ മദ്യപാനിയെ രക്ഷിക്കണമെന്നല്ല, ഈ കഞ്ചാവിലും ലഹരിമരുവിലും അടിമപ്പെട്ടവനെ രക്ഷിക്കണമെന്നല്ല അമ്മ പ്രാർത്ഥിക്കുന്നത്. അമ്മ പ്രാർത്ഥിക്കുന്നത് എന്താണ്? എൻ്റെ കുറവുകൾ പറഞ്ഞിട്ടല്ല അമ്മ പ്രാർത്ഥിക്കുന്നത്. എൻ്റെ കുറേ പാപങ്ങൾ പറഞ്ഞിട്ടല്ല എൻ്റെ അമ്മ പ്രാർത്ഥിക്കുന്നത്. എൻ്റെ അമ്മ പ്രാർത്ഥിക്കുന്നത് സാവൂളിനെ പൗലോസാക്കിയ പരിശുദ്ധാത്മാവേ, പറഞ്ഞേ, സാവൂളിനെ എപ്പോഴെങ്കിലും സമയം കിട്ടിയാൽ എൻ്റെ മകനെ ഒന്ന്. എത്ര ലാളിത്യമുള്ള പ്രാർത്ഥന, എത്രയോ ശ്രേഷ്ഠമായ പ്രാർത്ഥനയാണ്. അപ്പം അങ്ങനെ അമ്മ പ്രാർത്ഥിക്കുകയാണ്.
ഒരു ദിവസം ഞാൻ ഇതുപോലെ ശരിക്ക് നല്ലോണം മദ്യപിച്ചിട്ടുണ്ട്. ലഹരി വസ്തുക്കൾ ഉപയോഗം, ഇഞ്ചക്ഷൻ, ഗുളിക എല്ലാം ഉണ്ട്. വളരെ ബോധമില്ലാതെയാണ് കയറി വന്നത്. കാരണം കാലൊന്നും നിലത്ത് ഉറക്കണില്ല. കാരണം എന്താണ്? മയക്കുമരുന്നാണ്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയാ. അപ്പൊ അമ്മ ഈ 14 കൊല്ലം പ്രാർത്ഥിക്കും, മെറ്റിലിട്ടു. അപ്പൊ ബൈബിളൊക്കെ തല്ലി തകർത്തൊക്കെ കത്തിച്ചു കളഞ്ഞു. എല്ലാം, വീട്ടിലൊരു സാധനവും ഇല്ല. രണ്ടാമത് വീണ്ടും വെച്ചിരിക്കുക. അപ്പൊ അമ്മയുടെ പ്രാർത്ഥന ലഹരി വസ്തുക്കൾ മോചനം പ്രാപിക്കണമെന്നല്ല. പൗലൂസിനെ തൊട്ടതുപോലെ, സാബൂളിനെ തൊട്ടത്, എപ്പോഴെങ്കിലും സമയം കിട്ടിയാൽ. ഇപ്പോ കയറി വരുമ്പോൾ തിരുഹൃദയ രൂപത്തിന്റെ അവിടെ വന്ന് ഞാൻ രാത്രി വെല്ലടിച്ച് അകത്ത് കയറി വാതിൽ തുറന്നു തന്ന് തിരുഹൃദയ രൂപത്തിന്റെ അടുത്തെത്തുമ്പോൾ അമ്മ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ചു. എന്ത്? എപ്പോഴെങ്കിലും സമയം കിട്ടുവാണെങ്കിൽ പരിശുദ്ധാത്മാവെ ഒന്ന് തൊട്ടേക്കണം. സത്യമാണ്. ഭീകരനായിട്ട് നിൽക്കുകയല്ലേ, എന്നെ ആരും തോപ്പിക്കൂലെന്ന് പറഞ്ഞാണ് നിൽക്കണത്. ഞാനാണല്ലോ വലിയ അവിടുത്തെ വലിയ ആള്. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയാ. അഹങ്കാരം തലക്ക് കയറിയിരിക്കുകയാണ്. തിരുഹൃദയ രൂപത്തില് അവിടെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോ ഇപ്പൊ നടക്കാൻ പറ്റണില്ല. അപ്പൊ അപ്പുറത്തെ മുറിയിലേക്ക് പോകുക. രൂപത്തിന്റെ നടുക്കെത്തിയപ്പോ അവസ്ഥ മാറി. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയാ. കാരണം 14 കൊല്ലം രക്തം ചിന്തിയ സ്ഥലമാണത്. ഒരു പാവപ്പെട്ട സ്ത്രീയുടെ പ്രാർത്ഥനയുടെ കണ്ണീര് വീണ സ്ഥലം, രക്തം വീണ സ്ഥലം, കല്ലിന്റെ മുകളിൽ മുട്ടുകുത്തി തഴമ്പിന്റെ അനുഭവമുള്ള സ്ഥലം. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. അവിടെ വന്ന് നിൽക്കലും മുന്നോട്ട് പോകാൻ പറ്റിയില്ല. രാത്രി അടുത്ത മുറിയിലേക്ക് പോകണ്ടേ? ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയാ. കാരണം എന്താണ്? അതിനു മുമ്പ് ഒരു കാര്യം സംഭവിച്ചു. കണ്ടാ, ഒരു കൈയൊന്നും കണ്ടിട്ടില്ല, പക്ഷെ കൈ ഇവിടെ ഉണ്ട്. ഇവിടെ പതുക്കെ ഈ കാല് പതുക്കെ മുട്ടുകുത്തിക്കാൻ ശ്രമിക്കുകയാണ്. അടുത്ത സ്റ്റെപ്പില് അടുത്ത കൈ വന്നു. അപ്പൊ ഇങ്ങനെ ആയി രൂപത്തിന്റെ അവിടെ. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയാ. പെട്ടെന്ന് തിരുഹൃദയ രൂപത്തിന്റെ അകത്തുനിന്ന് പുകയും തീയും, ശക്തമായ പുക. എന്റെ അമ്മോ, എന്തൊരു പുകയാണത്! തീയും പുകയും. ഒരു സ്വരമകത്തുനിന്ന് ഞാൻ പേടിച്ചു പോയി. കാരണം ഞാനിങ്ങനെ ഇരിക്കുകയാണ്, എന്റെ കാല് അനങ്ങാൻ പറ്റണില്ല. കാരണം പിടിച്ചേക്കണ ആള് വേറെയാണ്. നേരെ നോക്കടാ. പുക മാത്രമുള്ള, തീയാണ്, ആളുടെ സ്വരം മാത്രമുള്ള, ആളെ കാണാനില്ല. നിന്നോടല്ലേ നേരെ നോക്കാൻ പറഞ്ഞത്? എവിടെ ആളെ കാണാൻ? 3 പ്രാവശ്യം അങ്ങനെ പറഞ്ഞു. 3-ാമത്തെ പ്രാവശ്യം പിന്നെ നേരെ നോക്കേണ്ടി വന്നില്ല. ആള് താഴെ ഇറങ്ങി. തച്ചന്റെ മകനെ കണ്ടിട്ടുണ്ടെങ്കിൽ കണ്ടോ? അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. ആള് താഴെ ഇറങ്ങിയപ്പോ ഞാൻ ആകെ വിഷമിച്ചു പോയി. കാരണം ഞാൻ ഇങ്ങനെ ഇരിക്കണം, പിച്ചള പോലത്തെ കാല്, 10,000 മടങ്ങ് സൂര്യന്റെ പ്രകാശമുള്ള കണ്ണ്, ആർക്കും വർണ്ണിക്കാനാവാത്ത രീതിയിൽ വെളിപാടിന്റെ പുസ്തകം പറഞ്ഞതുപോലെ ശുഭ്രവസ്ത്രധാരി, ഒരലക്കുകാരനും വെളുപ്പിക്കാനാവാത്ത രീതിയിൽ ശുഭ്രവസ്ത്രം, കൈയുടെ നീളം, ചുണ്ടിന്റെ ചുമല, എന്താ കളറ്, ശരീരത്തിന്റെ ആ മനോഹാരിത. ഇറങ്ങിയിട്ട് പറഞ്ഞൊരു ഒറ്റ വാക്കിതാണ്, എൻ്റെ അമ്മയുടെ പേര് മറിയമെന്നാണ്, അവള് കന്യകയാണ്. എൻ്റെ അപ്പന്റെ പേര് ജോസഫ്, അവൻ നീതിമാനാണ്. ഞാൻ അവരുടെ മകൻ, 33-കാരൻ, തച്ചന്റെ മകൻ, ആശാരിപ്പണിക്കാരനാണ്. നിനക്കിനിയും നിന്റെ സ്വഭാവം മാറ്റാറായില്ലേ? നിന്റെ അമ്മ 14 കൊല്ലം പ്രാർത്ഥിച്ചത് ഇന്ന് നടപ്പിലാകുകയാണ്. ഇറങ്ങിയിട്ട് ഒറ്റടിയാ മുഖത്തിട്ട്. ആറ്റി എന്ന് പറഞ്ഞാലുണ്ടല്ല, കൊണ്ടവനെ കൊണ്ടതുപോലെ അറിയാൻ പറ്റുള്ളൂ. കൊല്ലണം. ഒറ്റടി അടിച്ചിട്ട് എന്റെ മുണ്ടും പോയി, തുണിയും പോയി. ഞാൻ 3.5 മണിക്കൂർ അട്ടി കൊണ്ട് ഞാൻ വധം പോയി. എൻ്റെ 3.5 മണിക്കൂർ കഴിഞ്ഞാൽ എഴുന്നേക്കണത്. ആള് അടിച്ചിട്ട് തിരുഹൃദയ രൂപത്തിലേക്ക് അപ്രത്യക്ഷമായി. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. 3.5 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ എഴുന്നേക്കുമ്പോ ഇപ്പൊ കഞ്ചാവും ഇല്ല, വടിവാടും ഇല്ല,
ഒരു സാധനവും. ഒറ്റ രാത്രി കൊണ്ട് എൻ്റെ ജീവിതത്തെ മാറ്റിക്കളഞ്ഞു ഒരു 33-കാരൻ, തച്ചൻ്റെ മകൻ ആശാരിപ്പണിക്കാരൻ. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ഒറ്റരട്ടി അടിച്ചതോടുകൂടി ഈ തരത്തിലായി നമ്മള്. ഒറ്റടി. പക്ഷെ അടിക്കുമ്പോ ഒരു കാര്യമുണ്ട്. ഞാൻ പാലാ രൂപതയില് താബോർ ധ്യാന കേന്ദ്രത്തില് 400ഓളം വൈദികരും 300ഓളം സിസ്റ്റേഴ്സ്, അങ്ങനെ 700ഓളം പേര് താബോർ പാലായിൽ ധ്യാനിക്കുമ്പോ അവിടെ സുവിശേഷം അവർക്ക് വേണ്ടി ധ്യാനിപ്പിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോ ഞാൻ സത്യത്തിൽ ഞെട്ടിപ്പോയി. കാരണം എന്താണെന്നറിയാമോ? ഞാൻ ഓർത്ത പോലെ ആന്തരിക സൗഖ്യ ധ്യാനം ഓർത്തത്. ചെന്നപ്പോ വൈദികരുടെ ധ്യാനമാണ്. എന്നെ വിളിച്ചിരിക്കുന്നത് എൻ്റെ ജീവിതാനുഭവം പറയാനാണ്. ഞാൻ പറഞ്ഞ ഡയറക്ടർ അത് ബ്രദറിനൊരു സർപ്രൈസ് തന്നതാണ്. ഇത് വൈദികരുടെ ധ്യാനമാണ്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. സമർപ്പിതരും കൂടെയുണ്ട്. ഇത് തപസ്സു ധ്യാനമാണത്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. 4 മണിക്കൂറാണ്, നോൺ സ്റ്റോപ്പാണ്. 4 മണിക്കൂർ കൊണ്ട് ഞാൻ എൻ്റെ ജീവിതാനുഭവം അച്ഛന്മാർ പറഞ്ഞ് മുഴുവൻ പറഞ്ഞേക്കണം, ഒന്നും വിട്ട് കളഞ്ഞേക്കരുത്. ഇവിടെ പറഞ്ഞ കാര്യമൊന്നുമില്ല, സകല കാര്യവും പറഞ്ഞു. എല്ലാ കാര്യവും കേട്ട് കഴിഞ്ഞപ്പോൾ അച്ഛന്മാരെല്ലാവരും കൂടെ പറഞ്ഞു, ഞങ്ങൾ 100% അംഗീകരിച്ചിരിക്കുന്നു. 100%. സിസ്റ്റേഴ്സും പറഞ്ഞു സത്യമാണ്. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ എല്ലാം. അപ്പം അച്ഛൻ പറഞ്ഞു, ഒരു കാര്യം ഞങ്ങൾക്ക് അറിയേണ്ടതുണ്ട്. എന്താണ്? ഈ പറഞ്ഞതൊക്കെ സത്യമാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം നുണവെന്ന് പറയാൻ പറ്റൂലല്ല. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ സത്യമാണെന്ന് മനസ്സിലായി. പക്ഷേ ഞങ്ങൾക്കൊരു കാര്യം അറിയണം. സോണിയുടെ ബാഗിലുള്ള ഡയറി ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. ഈ ഡയറിയിൽ 3 കൊല്ലത്തേക്കുള്ള ധ്യാനം ഞങ്ങൾ തരാൻ പോകുകയാണ്. ഇനി 3 വർഷത്തേക്ക് ധ്യാനം, ഞങ്ങളുടെ ധ്യാനം ചെയ്യാം. പക്ഷേ ഒരു സത്യം തെളിയിക്കണം. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. തല്ലിയത് കർത്താവാണെന്ന് തെളിയിക്കണം. അതിനൊറ്റ ടാസ്കേ ഉള്ളൂ, ഒറ്റ ടെസ്റ്റേ ഉള്ളൂ. ഈ തല്ലിയിട്ട് കർത്താവ് അപ്രത്യക്ഷനായി എന്ന് പറഞ്ഞില്ലേ? പറഞ്ഞു. അതെ. അങ്ങനെയെങ്കിൽ അതൊരു ബൈബിൾ വാക്യത്തിൽ കാണിച്ചു തരാമോ? ഡോക്ടറേറ്റ് എടുത്ത വൈദ്യരായിരിക്കണത്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. അപ്പൊ അടികൊണ്ട് ബോധം പോയി എനിക്കവിടെയാണ് ഇത് തല്ലിയ വചനം കിടക്കണത്. എനിക്കറിയാം, എഴുത്തും അറിയാൻ പാടില്ല, വായന അറിയാൻ പാടില്ല, ഒന്നും അറിയാൻ പാടില്ലത്. എനിക്കെങ്ങനെ അറിയാവുന്നത്? പച്ചന്മാര് പറഞ്ഞു ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ഞാൻ പറഞ്ഞു എനിക്ക് ആലോചിക്കാനൊന്നുമില്ല, ഒരു 5 മിനിറ്റ് സമയം എന്താ, 5-10 എടുത്തോളാൻ പറഞ്ഞു. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ഞാൻ മാതാവിനോട് ഒറ്റ കാര്യമോ പറഞ്ഞോളൂ, അമ്മേ നിന്റെ മകനാണ് എന്നെ തല്ലിയത്, തല്ലുകൊണ്ടത് ഞാനാണ്, ബോധം പോയതും എന്റേതാണ്, ചോദിച്ചേക്കണത് നിന്റെ വൈദികരാണ്, നിന്റെ സമർപ്പിതരാണ്. അവർ ചോദിച്ചതിന് മറുപടി കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. എന്നെ നാണം കെടുത്തിയേക്കരുത്. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. ഉടനെ ചെവിട്ടിലൊരു സ്വരം, ഹോ ഗ്ലോറി. മോനെ, അവര് ചോദിക്കാൻ ബാധ്യസ്ഥനാണ്, അവര് ചോദിക്കുക തന്നെ ചെയ്യും. എന്നാൽ നീ വിഷമിക്കേണ്ട, എൻ്റെ മകനാണ് നിന്നെ തല്ലിയതെങ്കിൽ അതിന് ഞാൻ മറുപടി കൊടുത്തോളാം. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. മറുപടി എന്താണ്? മാതാവ് ചവിട്ടിൽ വലത്തേക്കാട്ടിൽ സ്വരമാണ്. എന്തോ ഈ ചവിട്ടിൽ സ്വരം കേൾക്കണ്ടേ? എന്താണ് സ്വരം? ഞാനും കരഞ്ഞു പോയി, അച്ഛന്മാരും കരഞ്ഞ്, സിസ്റ്റേഴ്സും കരഞ്ഞ്, അവിടെ ഉണ്ടായിരുന്ന അതിൻ്റെ ആ ധ്യാന കേന്ദ്രത്തിൻ്റെ ഡയറക്ടർ, സകല ആൾക്കാരും വാവിട്ട് കരയുകയാണ്. കാരണം ഞാനും കരഞ്ഞു പോയി, പാട്ടുകാരനും നിന്ന് കരയുകയാണ്. എന്താണ്? ആ ബൈബിൾ വാക്യം അമ്മ പറഞ്ഞു തന്നത് എത്രയോ പ്രിയപ്പെട്ടവരെ. ആ വാക്ക് തെറ്റിയായിരുന്നെങ്കിൽ ഞാനിന്ന് ഇവിടെ നിൽക്കൂല. കത്തോലിക്ക സഭ എന്നെ പണ്ടേ വിലക്കിയനെ, ഒരു പള്ളിയിലും ശുശ്രൂഷ ഉണ്ടാവൂല. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. അപ്പൊ എത്ര കൃത്യമാണ്. അപ്പൊ എന്താണ് കേട്ട്? ബൈബിൾ എടുത്തോ, അമ്മയുടെ സ്വരമാണ്. ചോദിച്ച ചോദ്യം എന്താണ്? എല്ലാം സത്യമാണ്. പക്ഷേ തല്ലിയിട്ട് തിരിഹൃദയ രൂപത്തിലേക്ക് അപ്രത്യക്ഷമായി എന്നൊരു വചനഭാഗം, ആ തല്ലിയതിനെ കുറിച്ചൊന്ന് പറയാമോ? സാബൂള് പോലും മിന്നലൊളിയാണ് കണ്ടതും കേട്ടതും, സോണി നേരിട്ട് കണ്ടിരിക്കുന്നു. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ഒരു തെളിവ് വചനഭാഗം. ഇല്ലെങ്കിൽ വികാരിയച്ഛൻ്റെ നമ്പർ ഞങ്ങൾക്ക് തരിക, വികാരിയച്ഛനുമായി ഞങ്ങളൊന്ന് കോണ്ടാക്ട് ചെയ്യട്ടെ. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. സത്യമാണെന്ന് കണ്ടാൽ വികാരിയച്ഛൻ്റെ നമ്പറും വേണ്ട, ആരുടെ നമ്പറും വേണ്ട, ഒരു നമ്പറും വേണ്ട. സോണിയുടെ നമ്പർ ഇങ്ങോട്ട് തന്നാൽ മതി, ബാക്കി ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. പക്ഷേ സത്യമല്ലെങ്കിൽ ഇവിടം കൊണ്ട് ഈ പരിപാടി നിർത്തിക്കൊള്ളണം. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. വായിച്ച 2 മക്കബായർ 3-ാം അധ്യായം 33-34
2 മക്കബായർ 3, 38, 39 വായിച്ചു. ഉറക്കെ വായിച്ചു. 2 മക്കബായർ 3, 33, 34 വായിക്കും. അങ്ങയ്ക്ക് ശത്രുവോ അല്ലല്ലല്ല, അത് 38, 33, 34. അതാ പ്രധാന പരിഹാര ബലി അർപ്പിക്കുമ്പോൾ അതേ യുവാക്കന്മാർ കേട്ടോട്ടാ, അടുത്ത വാക്ക് കേട്ടോ. അച്ഛന്മാര് കൂട്ടക്കരച്ചിലായി, സിസ്റ്റേഴ്സ് കരച്ചിലായി, ഞാനും ആകെ മൊത്തം കരച്ചിലായി, ധ്യാനകേന്ദ്രം മുഴുവനും കരച്ചിലാണ്. എന്താണ്? ദൈവത്താൽ പ്രഹരിക്കപ്പെട്ട നീ. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, അങ്ങ് വിദേശ രാജ്യങ്ങളിലേക്കും പോകാൻ നിന്നെ ഞാൻ തല്ലി താഴെയിട്ടതും, നിന്റെ 3.5 മണിക്കൂർ നിന്റെ ബോധം പോയതും, നീ എഴുന്നേറ്റതും എന്റെ 5 വിരലിന്റെ, എന്റെ കർത്താവിന്റെ 5 വിരലാണ് മുഖത്ത് പതിപ്പിച്ച് കളഞ്ഞ കർത്താവ്. ഇത് പറഞ്ഞിട്ട് അത് 3:33, 34 എങ്ങോട്ട് അപ്രത്യക്ഷനായി. എല്ലാവരും കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി. പരിശുദ്ധമ്മയുടെ ആ സ്നേഹവും ആ പറഞ്ഞു തന്ന ജ്ഞാനവും ആ കൃപയും ഓർത്ത് അവർ ദൈവത്തെ സ്തുതിച്ചു. ഓർക്കെ പറഞ്ഞ ഹല്ലേലൂയ. ഇനി അടിച്ച് നിലത്തിട്ടത് അത് ആ ബൈബിളിൽ തന്നെയാണ്, ആ വാക്യത്തിൽ തന്നെയാണ്. 38, 39 വായിച്ചു. അടിമുടി അങ്ങേക്ക് ശത്രുവോ ഗൂഢാലോചനയോ. ചില ആൾക്കാരുണ്ട്, ചില മണ്ടന്മാരുണ്ട്. ഇതങ്ങോട്ട് കഴിയുമ്പോ അല്ലോ ഇങ്ങനെ ഒരാൾ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, ഇങ്ങനെയുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായി. സത്യം ഇത് വല്ലോരോടൊന്നും വിളിച്ച് ചോദിച്ചേക്കെ. കൂട്ടത്തിൽ നിന്ന് ഒരാൾ എന്ത് ചെയ്യുന്നറിയാമോ? എന്റെ നമ്പർ, അച്ഛന്റെ വികാര്യത്തിന്റെ നമ്പർ മേടിച്ച് വികാര്യത്തിനെ വിളിച്ച്, ചങ്ങനാശ്ശേരിന്നാ വിളിച്ചു. ഒറ്റ വിളിയെ പിന്നെ വിളിച്ചല്ലോ, പിന്നെ വിളിച്ചില്ല. എന്താ വിളിച്ചത്? അതെ, ഇവിടെ വന്ന് ഇങ്ങനെ ഒരാള് സാക്ഷിയൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് വലിയ ഇഷ്ടപ്പെട്ട് ഞങ്ങൾ കൺവെൻഷനൊക്കെ ബുക്ക് ചെയ്ത്, അച്ഛാ ഈ പറഞ്ഞ വല്ലത് സത്യമാണ്. അച്ഛൻ പറഞ്ഞ് അവൻ എന്തൊക്കെ പറഞ്ഞ്? ഇന്നതൊക്കെ പറഞ്ഞ്. അത് അവനോട് ചോദിച്ചാൽ മതി. അവൻ പറഞ്ഞത് അവന്റെ ജീവിതാനുഭവമാണ്, ഞാൻ പ്രസംഗിക്കുന്നത് എൻ്റെ ജീവിതാനുഭവമാണ്. മേലാൽ ഇങ്ങനെയൊന്നും വിളിച്ച് ചോദിച്ച് നാശം ഉണ്ടാക്കി വെക്കരുത്. ഉടനെ എനിക്ക് പോണം. ഞാൻ അച്ഛനെ വിളിച്ചിട്ടുണ്ടായിരുന്നു, ബ്രദറെ ക്ഷമിക്കണം, ഞാനൊന്ന് സംശയം കൊണ്ട് ചോദിച്ചതാ. വയറും നിറഞ്ഞ് ഹൃദയവും നിറഞ്ഞ്. അതുപോലെയാണ് വികാരിയച്ഛൻ സംസാരിച്ചത്. എന്നിട്ട് അടുത്തൊരു വാക്കും കൂടി വികാരിച്ചൻ പറഞ്ഞ്, നിങ്ങളെപ്പോലുള്ള ആളുകളാണ് ഈ നല്ല ശുശ്രൂഷകരെയൊക്കെ നശിപ്പിക്കുന്നത്. ഇവിടെ അയാൾ ആൾത്താരെ കയറി നുണ പറയുമോ? പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ അയാൾക്ക് നുണ പറയാൻ പറ്റുമോ? അവർക്ക് പറഞ്ഞ് ഹല്ലേലൂയാ, അവർക്ക് പറഞ്ഞ് ഹല്ലേലൂയാ. ഷാലോൺ ടിവിയിലേക്ക് സെലക്ഷൻ കിട്ടുമോ? ഗുഡ്നസ് ചാനൽ സെലക്ഷൻ കിട്ടും. ഇപ്പൊ ഷെക്കിന ചാനലില് സെലക്ഷൻ കിട്ടിയിരിക്കുകയാണ്. 7-ാം തീയതി അത് മീറ്റിംഗാണ്. സന്തോഷ് ബ്രദർ വിളിച്ചേക്കാൻ. അവർക്ക് പറഞ്ഞ് ഹല്ലേലൂയാ, ശക്തിയോടെ പറഞ്ഞ് ഹല്ലേലൂയാ. എന്നിട്ട് എന്താണ് 3:38 പറയാണ്, എന്ത്? അങ്ങേക്ക് ശത്രുവോ ഗൂഢാലോചനയോ ഉണ്ടെങ്കിൽ ആളയക്കുക. കേട്ടാ, അട്ടിമുട്ടി ശിരസ് മുതൽ കാൽപാദം വരെ അട്ടിമുട്ടി പ്രഹരമേറ്റിട്ട് രക്ഷപ്പെട്ട ചത്തുപോകാതെ ജീവൻ തിരിച്ചു കിട്ടിയാൽ പള്ളിക്കാർക്ക് തിരിച്ചു കിട്ടുമെന്നല്ല പറഞ്ഞത്. എന്റെ ഭാര്യയ്ക്ക് 3 മക്കൾക്കും തിരിച്ചു കിട്ടുമെന്നല്ല പറഞ്ഞത്. ഭാര്യ വീട്ടുകാർക്ക് തിരിച്ചു കിട്ടുമെന്നല്ല പറഞ്ഞത്. എന്റെ സ്വന്തം വീട്ടുകാർക്ക് തിരിച്ചു കിട്ടുമെന്നല്ല പറഞ്ഞത്. അങ്ങേക്ക് ദൈവത്തിന് എന്നെ തിരിച്ചു കിട്ടുമെന്ന് വെളുതിനെ പറഞ്ഞ ഹല്ലേലൂയ. ദൈവത്തിന് എന്നെ തിരിച്ചു കിട്ടാനാണ് ദൈവം എന്നെ തല്ലിയത്. അല്ലാണ്ട് പ്രസംഗിക്കാനല്ല, അല്ലാണ്ട് ധ്യാനം നടത്താനല്ല. എന്നെ തല്ലി താഴെയിട്ടത് എന്തിനാണ്? ദൈവത്തിന് എന്നെ പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്കറിയാമോ എന്തോരം കൊലപാതക കേസിലെ പ്രതികളാണ് മാനസാന്തരപ്പെട്ടത്?
എന്തോരം പിടിച്ചുപറിക്കാരാണ് മാനസാന്തരപ്പെട്ടത്, എന്തോരം മോഷണ ആൾക്കാരാണ് മാനസാന്തരപ്പെട്ടത്. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. ഇപ്പൊ കഴിഞ്ഞിടക്ക് സ്ഥലമൊന്നും പറയണില്ല, കഴിഞ്ഞ ഡിസംബറില് 17-ാം തീയതി ഞാനൊരു സ്ഥലത്ത് ധ്യാനം നടത്തി. 236 എയ്ഡ്സ് രോഗികളാണ് പങ്കെടുത്തത്. ഡിസംബർ 17-ാം തീയതി 236 എയ്ഡ്സ് രോഗികളെ ധ്യാനിപ്പിക്കാൻ എന്നെയാണ് വിളിച്ചത്. ഓർക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഓർക്കെ പറഞ്ഞേ ഹല്ലേലൂയ. തെരുവിൽ നടക്കുന്ന പിച്ചക്കാര്, പോക്കറ്റടിക്കാര്, അവരെ ധ്യാനിപ്പിച്ചു. തെരുവിൽ നടക്കുന്ന മോശമായി നടക്കുന്ന സ്ത്രീകള്, അവരെ ധ്യാനിപ്പിച്ചു. ട്രാൻസ്ജെൻഡേഴ്സ് കേട്ടണ്ട ധ്യാനിപ്പിക്കാൻ ഭാഗ്യമുണ്ടായി. ഓർക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ ട്രാൻസ്ജെൻഡേഴ്സ് പറയാണ്, ഞങ്ങൾ ആണും പെണ്ണും കെട്ടവരാണ്, പക്ഷേ ഈ ചേട്ടന് മാനസാന്തരമുണ്ട് എങ്കിൽ ഞങ്ങൾക്കും മാനസാന്തരപ്പെടുവാൻ കഴിയും. ഓർക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ജയിലുകളിൽ ധ്യാനിപ്പിക്കാൻ ചില പറയും, ചേട്ടന് രക്ഷപ്പെടാമെങ്കിൽ ഞങ്ങൾക്ക് രക്ഷപ്പെടാം. ഒക്കെ പറഞ്ഞേ ഹല്ലേലൂയ. അപ്പൊ അട്ടിമുട്ടി പ്രഹരമേറ്റത് എന്തിനാണ്? അങ്ങേക്ക് തിരിച്ചു കിട്ടാൻ, സ്വർഗത്തിന് തിരിച്ചു കിട്ടാൻ. എന്നിട്ട് എന്താണ് അടുത്ത വാക്ക്? ദൈവത്തിന്റെ ശക്തി അവിടെയുണ്ട്. എന്നിട്ട് കഴിഞ്ഞ അടി വന്നതേ മേളിന്നാണെന്ന്, സഹായം വന്നതും അടി കണ്ട് ബോധം പോയ എന്നെ എഴുന്നേൽപ്പിച്ചതും അവിടുത്തെ സഹായത്താലാണ്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. അടുത്ത വാക്ക് വായിക്കൂ. എന്നിട്ട് എന്നെ വല്ല കളിയാക്കാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ, വല്ല കമന്റ് അടിക്കാനാ, കളിയാക്കാനാ, അല്ലെങ്കിൽ വല്ല എന്തെങ്കിലുമൊക്കെ തമാശയൊക്കെ പറയാൻ വല്ല ഉദ്ദേശം ഉണ്ടെങ്കിൽ മേളീന്ന് കിട്ടണത് കൂട്ടത്തിൽ മേടിച്ചോളണം. ഈ കമന്റ് അടിക്കണതൊക്കെ ഒരു ഫാഷനാണ്. വെറുതെ ഞങ്ങളുടെ ചുമ്മാ കളിയാക്ക. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. നിങ്ങളൊന്ന് പറഞ്ഞു നോക്കാമോ, സോണി ബ്രദർ ഇത് വെറുതെയാണ് പറഞ്ഞതെന്ന് പറയാമോ? കിട്ടൽ എപ്പോൾ കിട്ടിയെന്ന് വെച്ചാൽ മതി. കിട്ടുമ്പോൾ കിട്ടുന്നിടത്ത് കിട്ടിക്കോളും, പിന്നെ കിട്ടിയിട്ട് പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ഒരുപാട് ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട്, ഒരുപാട് ആൾക്കാർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ഇതൊക്കെ നുണയാണ് പറയണം. പിന്നെ അവൻ വാവിട്ട് നിലവിളിച്ചു എന്ന് പറഞ്ഞു, നുണയല്ല, സത്യമാണ്, എനിക്കട്ട് കിട്ടിയപ്പോൾ മനസ്സിലായി. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. അപ്പം അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് വേണ്ടാത്തതൊന്നും ക്ഷണിച്ചു വരുത്തിയേക്കരുത്. അവർക്ക് കാരണം എന്നറിയാമോ? ഇത് ധ്യാനം കൂടി മാനസാന്തരപ്പെട്ടതല്ല, ഇത് കൺവെൻഷൻ കൂടി മാനസാന്തരപ്പെട്ടതല്ല, ഇത് മേളീന്ന. അപ്പം അങ്ങനെയെങ്കിൽ എന്നെ സംശയിച്ചാൽ ദൈവത്തെ സംശയിക്കാം. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. അതിൻ്റെ പരിണിത ഫലം പെട്ടെന്നായിരിക്കും കേട്ടോ, സാധാരണ ആൾക്കാരെ പോലെയല്ല. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ദൈവത്തിന്റെ കരുണയാണ്, ദൈവത്തിന്റെ കരുണ. അടുത്ത വാക്ക് എന്താണ്? ഇപ്പതേ 3.5 മണിക്കൂറത്തെ ഒരു സിനിമ പിടിക്കണമെന്ന് പറഞ്ഞ ഒരാൾ വന്നേക്കേ. പഴയ ചരിത്രവും പുതിയ ചരിത്രവും ടെലിഫിലിമായിട്ട് ഗുഡ്നസ് ചാനലിൽ വന്ന്. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. ഷാലോമില് ജീവിത സാക്ഷ്യമായിട്ട് വന്നു. ഷെക്കീനായില് അതിന്റെ ഷൂട്ടിങ്ങും കാര്യങ്ങളും അതിന്റെ നേതൃത്വം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. ഇതെന്തിനു വേണ്ടിയിട്ടാണെന്നറിയാമോ? നമുക്ക് പേര് കിട്ടാനും നമുക്ക് പ്രസിദ്ധി കിട്ടാനും അല്ല ഇത് നമ്മളെ ദൈവം ഉയർത്തുന്നത്. അവിടുത്തെ നാമത്തിന് മഹത്വം. അതാണ് ഇന്നലെ പറഞ്ഞത്, അവൻ സർവാധിപനും അത്യുന്നതനും മഹത്വപൂർണനും ശക്തനുമായ ദൈവമാണ്. മനസ്സിലായോ? ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. അങ്ങനെയാണ് ഈ പാവപ്പെട്ടവൻ ഈ തരത്തിലായി തീർന്നത്. ഒറ്റ രാത്രി കൊണ്ട്, ഒറ്റ സ്പർശനത്താൽ. ഞാൻ പള്ളിയിൽ കയറുമ്പോൾ ആൾക്കാർ കരയും. കാരണം എന്താ അറിയാമോ? എൻ്റെ നിപ്പ് കാണുമ്പോൾ തന്നെ ഇടവക്കാർ കരയും. ദൈവമേ, ഇങ്ങനെ ഒരു മാനസാന്തരം ഉണ്ടായോ? എന്താണ് ഈ പറ്റിയത്? ഒറ്റ രാത്രി കൊണ്ട്. ഇന്നലെ വരെ വെളിവില്ലാണ്ട് നടന്നേച്ച ആള് ഒറ്റ രാത്രി, പിറ്റേ ദിവസം കാലത്ത് നോക്കിയപ്പോൾ ആള് പള്ളിക്കകത്ത്. നിങ്ങൾ കണ്ട കുർബാനയിൽ മുട്ടുമേലെ നിൽക്കുള്ളു. നമുക്ക് പറ്റിയ തെറ്റെന്താണെന്നറിയാമോ? നമ്മ ദൈവത്തെ കണ്ടിട്ടില്ല. നമ്മളെങ്ങനെ നിൽക്കണമെന്നറിയാമോ? പള്ളിയിൽ കുർബാന കൂടണാണ് കാണണം.
കർത്താവ് ബലിയർപ്പിക്കുകയാണ്. നമ്മൾ നിൽക്കണ എങ്ങനെയാണ്? പിന്നെ അതിൻ്റെ ഇടക്ക് നമ്മുടെ മറ്റേ സാധനം ബെല്ലടിക്കും. മറ്റവൻ അപ്പോഴാ ബെല്ലടിക്കുള്ളൂ. ഉടനെ തന്നെ അതും പോക്കറ്റിലെടുത്ത് ഒറ്റ ഇറക്കാണ്. ഭയങ്കര സംസാരമാണ്, ഭയങ്കര കോടിക്കണക്കിന് കിട്ടിയൻ വിളിക്കണേ. കർത്താവ് തന്റെ രക്തത്താൽ ബലിയർപ്പിക്കുകയാണ്. പള്ളിക്കകത്ത് കയറുമ്പോൾ ഈ സാധനം ഒന്നില്ലെങ്കിൽ സൈലന്റ് ആക്കൂല, അല്ലെങ്കിൽ ഓഫ് ആക്കൂല. ഇതും ചുമന്നിട്ട് ഇങ്ങോട്ട് കയറ്റി പോകും ഇതിനകത്ത്. എന്നിട്ട് വിളിയും കാത്തിരിക്കുക. ദൈവത്തിന് സ്വരം കേൾക്കാനല്ല, അവിടെയാണ് പരിശുദ്ധാത്മാവ് കരയുന്നത്. ദേ എന്റെ മൊബൈല് അവിടെ കൊണ്ടേ വെച്ചേക്ക്. ഞാൻ പോക്കറ്റിലൊന്നും കൊണ്ടുവരാറില്ല, കൊണ്ടുവരികയില്ല. കാരണം എന്താ അറിയാമോ? അതൊക്കെ ദേവാലയത്തിന് പുറത്ത്. വെളുതിരുമൂർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. എസെക്കിയേൽ 43:12 വായിച്ച്. കൃത്യം 9:15 ആരാധന തുടങ്ങും. കൃത്യസമയത്ത് ധ്യാനം തീരുകയും ചെയ്യും. എന്നെ ഇന്നലെ പറഞ്ഞു അല്പസമയം വൈകും, അനുവാദം ചോദിച്ചിട്ടാണ്. ഓർക്കെ പറഞ്ഞ ഹല്ലേലൂയ. എന്നാൽ ഒത്തിരി വൈകുകയില്ല. കാരണം വീട്ടിൽ പോകണ്ട, കാരണം 4 കിലോമീറ്റർ അകലെയുള്ളവരാണ്, മര്യാദ കാണിക്കണ്ടേ. എസെക്കിയേൽ 41:12 ഞാൻ കൊടുത്തു. ഏതാണ് ദേവാലയത്തിന് നിയമം? ലൈറ്റ് ഇട്ടതാ. മഞ്ഞ ലൈറ്റ് ഇട്ടതാണ്. അതാണ് ദേവാലയത്തിന്റെ നിയമം. അത് ദൈവം നമുക്ക് ദേവാലയത്തിൽ നൽകിയിരിക്കുന്ന ഒരു മനോഹരമായ ഒരു അവസ്ഥയാണ്. ലൈറ്റ് ഇടുക, വെട്ടം വെളിച്ചമൊക്കെ ഉണ്ടാകുന്നത് ദൈവം നമുക്ക് നൽകുന്ന ഒരു അനുഭവമാണ്. പക്ഷെ ദേവാലയം അതല്ല. വായിച്ചു. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ ദേവാലയത്തെ വിശുദ്ധമായിട്ടാണോ കാണുന്നത്? അകത്തു മാത്രമാണോ? പുറവും അതിവിശുദ്ധമാണ്. പുറവും അകവും വിശുദ്ധമാണ്. അപ്പൊ അങ്ങനെയെങ്കിൽ ദേവാലയത്തിന്റെ അകവും പുറവും വിശുദ്ധമായി സൂക്ഷിച്ചാൽ പിന്നെ ദേവാലയത്തിന്റെ അകത്ത് വേറെ വല്ലതും നടക്കൂ? ആഘോഷങ്ങൾ നടക്കൂ? നടത്താൻ പറ്റൂ? ഞാനൊരു കൺവെൻഷൻ, 5 ദിവസം കൺവെൻഷൻ വിളിച്ചേക്കാം. അപ്പൊ കൺവെൻഷൻ വന്നിരിക്കുകയാണ്. അപ്പൊ നോട്ടീസിന്റെ അടിയിൽ എഴുതിയിരിക്കുകയാണ്, കൺവെൻഷൻ കഴിഞ്ഞ് പിറ്റേ ദിവസം മെഗാ ഷോ, സൂപ്പർ സ്റ്റാറാണ്, 3 ലക്ഷം രൂപ അങ്ങോട്ട് മുടക്ക്, മെഗാ ഷോ. കൺവെൻഷൻ കഴിഞ്ഞ് പിറ്റേ ദിവസം ആ സ്ഥലത്ത് വെച്ച് ഷോ നടക്കട്ടെ, നല്ല കാര്യമാണ്. ഫസ്റ്റ് ദിവസത്തെ പ്രസംഗം കഴിഞ്ഞപ്പോ വികാരിയച്ഛൻ നോട്ടീസ് മേടിച്ചിട്ട് വന്നിട്ട് സംഘാടകരും പറഞ്ഞു, അച്ഛൻ തന്നെ കീറിക്കളഞ്ഞേര്, ഞങ്ങളൊക്കെ കൂടി അച്ഛനെ പറഞ്ഞ് ജയിപ്പിച്ചതാ, കീറിക്കളഞ്ഞേക്കാൻ പറഞ്ഞു. അച്ഛൻ എന്ത് ചെയ്ത്? നോട്ടീസ് കീറിക്കളഞ്ഞു. എന്നിട്ട് പറഞ്ഞ് എസെക്കിയേൽ 43:12 പരിശുദ്ധമായി സൂക്ഷിക്കേണ്ട സ്ഥലമാണ് പള്ളിയും പള്ളി പരിസരവും. നേരെ ബുക്ക് ചെയ്തവരോട് പറഞ്ഞ്, എന്ത് അഡ്വാൻസ് നിങ്ങൾ എടുത്തോ? വേണ്ട, ക്ഷമിക്കണം, ഞങ്ങളുടെ പള്ളിയിൽ ധ്യാനം നടന്നു, ഞങ്ങൾക്ക് കാര്യം മനസ്സിലായി, നിങ്ങൾ മാപ്പ് തരണം, നിങ്ങൾ അഡ്വാൻസ് എടുത്തോ. ഇനി നിങ്ങൾക്ക് പ്രോഗ്രാം നഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ പൈസ മുഴുവൻ തന്നേക്കാം. നിങ്ങൾക്ക് പ്രോഗ്രാം വേറെ നിങ്ങൾ എടുത്തിട്ടില്ല, ഇത് കാരണം നിങ്ങൾക്ക് നഷ്ടപ്പെട്ട എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ അതിന്റെ പൈസ ഇടവക്കാർ തന്നേക്കാം. ഇവിടെ ഇത് വേണ്ട. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഒരു വാക്കും കൂടെ പറഞ്ഞു. ധ്യാനം കൂടിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി, അതുകൊണ്ടാണ് നിങ്ങളെ വിളിച്ചത്. ഞങ്ങൾ ഈ കാശ് കൂട്ടി മറ്റ് ഇടവക്കാരിൽ നിന്നും കുറച്ച് കാശ് മറ്റു കാര്യങ്ങൾ വിരിച്ചിട്ട് 2 പെൺകുട്ടികളെ കെട്ടിച്ചു വിടാനൊരു തീരുമാനം ഞങ്ങൾ ഇടവക്കാരെടുത്തിരിക്കുന്നു. കൈയടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു പ്രഖ്യാപിക്കും. അപ്പൊ അവര് പറഞ്ഞ്, അങ്ങനെ ഒരു കാര്യം ചെയ്യും, ഞങ്ങൾ അഡ്വാൻസും കൂടെ തിരിച്ചു തന്നേക്കാം. അങ്ങനെ ഒരു നല്ല കാര്യമാണെങ്കിൽ അഡ്വാൻസും കൂടി. അപ്പൊ അച്ഛൻ പറഞ്ഞു, അഡ്വാൻസ് വേണ്ട, ശരിയല്ല, അത് നിങ്ങൾ എടുത്തോളാൻ പറഞ്ഞു. അവർക്ക് പറഞ്ഞു ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, എസെക്കിയേൽ 43:12 പറഞ്ഞതിന്റെ പേരിൽ ആ പള്ളിയിലെ പാവപ്പെട്ട് 2 പെൺകുട്ടികളെ കെട്ടിച്ചുവിടുവാൻ ആ എസെക്കിയേൽ 43:12 സാധിച്ചു എന്നുള്ള അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെ ദേശവും നിങ്ങളുടെ ഇടവകയും നിങ്ങളുടെ പരിസരവും എല്ലാം എന്ത് ചെയ്യണം? പരിശുദ്ധമായി സൂക്ഷിക്കണം. പരിശുദ്ധമായി. ഇതൊരു സന്തോഷമുണ്ട്. കഴിഞ്ഞ ഇന്നലത്തേക്കാൾ ആളുകൾ കൂടുതലുണ്ട്. ഇവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. നാളെ ഇതിനേക്കാൾ ആള് കൂടും. സത്യമാണ്, നാളെ ഇതിനേക്കാൾ കൂടും. പ്രിയപ്പെട്ടവര്, എന്താണ് കൂടണതിന്റെ കാരണം? നമ്മൾ അടിസ്ഥാനമായിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ നല്ല മനുഷ്യരാണ്,
നല്ല മനുഷ്യനാണ്, നല്ല മനുഷ്യനാണ്. കാരണം എന്താ അറിയാമോ, നിങ്ങൾക്ക് കൃത്യമായൊരു വ്യക്തതയും ബോധ്യവും കിട്ടിയാൽ നിങ്ങൾ വരുമെന്നുള്ള കാര്യം തീർച്ചയാണ്. ഓർക്കെ പറഞ്ഞേ ഹല്ലേലൂയാ, അഭിഷേകത്തോടെ പറഞ്ഞേ ഹല്ലേലൂയാ. അതുകൊണ്ട് പള്ളിയും പള്ളി പരിസരവും സിനിമാ പാട്ടൊന്നും കേൾപ്പിക്കരുത്. കളിച്ചോ, ഡാൻസ് കളിച്ചോ, നല്ല പാട്ട്, ഈശോയുടെ നല്ല പാട്ട്. അല്ലാണ്ട് കണ്ണീപ്പണ്ട പാട്ടൊക്കെ പാടി ദേവാലയം അശുദ്ധമാക്കരുത് കേട്ടോ. 43:12 കേട്ടിപ്പോകരുത്. കാരണം ഇതിന്റെ അകവും ഇതിന്റെ പുറവും അതിപരിശുദ്ധമായി സൂക്ഷിക്കണം. കാരണം പരിശുദ്ധൻ വസിക്കുന്നു, പരിശുദ്ധൻ വസിക്കുന്ന സ്ഥലമാണ്. കോപ്രായം കാണിക്കരുത്, കോമാളിത്തരം കാണിക്കരുത്, പരിശുദ്ധമാണത്. പറഞ്ഞ ഹല്ലേലൂയാ. അതുകൊണ്ട് ഏറ്റവും അങ്ങനെ ചെയ്തില്ലെങ്കിൽ അത് ബ്രദർ അങ്ങനെയൊക്കെ പറയും എന്ന് പറഞ്ഞ് നിങ്ങൾ അതിനെ ഒരു കേരളസായി എടുത്താൽ ജെറമിയ 13:17 ഇടവകയിൽ സംഭവിക്കും. എന്നോട് ദേഷ്യം തോന്നരുത് കേട്ടോ, സത്യം തുറന്നു പറഞ്ഞതാ. അയച്ചേ പുറകെ വായിക്കും. ജെറമിയ 13:17 സത്യമാണ് ഞാൻ പറഞ്ഞത്. ബൈബിളിലെ വാക്യം സത്യമായിട്ട് തന്നെയാണ് പറഞ്ഞത്. ഒരു വാക്ക് പോലും കൂട്ടിച്ചേർത്തിട്ടില്ല. വായിച്ചു. നിങ്ങൾ അനുസരിക്കുന്നില്ലെങ്കിൽ, അല്ലോ എന്താണ് അനുസരിക്കാത്തതിന് കാരണം? അഹങ്കാരം എന്ന പിശാചുള്ളത് കൊണ്ടാണ് അനുസരിക്കാത്തത്. ഞങ്ങൾ സിനിമാ പാട്ട് പാട്ടും, ഞങ്ങൾ സിനിമാ പാട്ട് കളിക്കും, ഞങ്ങളുടെ പിള്ളേരുടെ സന്തോഷമാണ് വലുത്, ഞങ്ങൾക്ക് സന്തോഷമാണ് വലുത്, ഞങ്ങളുടെ ഇടവകയിൽ വെക്കും. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ. അപ്പൊ എന്ത് പറ്റുന്നറിയാമോ? സന്തോഷത്തിൽ വെക്കും, പക്ഷെ ഒരാളിരുന്ന് കരയും, അത് നാശത്തിന് കാരണമാകുകയും ചെയ്യും. വായിച്ചേ. അതുകൊണ്ടാ രഹസ്യത്തിൽ അകത്തിരുന്ന് കരയും, ഇനി കുറച്ച് പരസ്യമായിട്ട് കരയും. വായിച്ചേ. അല്ലോ കർത്താവിന്റെ അജഗണത്തെ പാപത്തിലേക്ക് അല്ലേ എന്താണ് അടിമത്തത്തിലേക്ക് നയിക്കുന്നത് കണ്ടിട്ട് കരയും. ആരുടെ കണ്ണുനീര്? പരിശുദ്ധാത്മാവിന്റെ. പ്രിയപ്പെട്ടവരെ, ഇടവക അനുഗ്രഹിക്കപ്പെടുവോ? പരിശുദ്ധാത്മാവിനെ കരയിച്ചിട്ട് നമ്മുടെ കണ്ണീര് തുടയ്ക്കാൻ പറ്റുമോ? നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി അനുഗ്രഹിക്കപ്പെടുവോ? നമ്മുടെ തലമുറ രക്ഷപ്പെടുവോ? അപ്പൊ അതുകൊണ്ട് കണ്ണുനീര് തുടയ്ക്കപ്പെടേണ്ടത് പരിശുദ്ധാത്മാവിൻ്റെതാണ്. അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ആത്മാവിനെ കരയിച്ചേക്കരുത്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. എന്റെ ഇടവകപ്പള്ളിയില് പ്രോഗ്രാം മാറ്റിക്കളഞ്ഞ്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. സ്വന്തം ഇടവകയെ പ്രസംഗിക്കാൻ ഭാഗ്യം ദൈവം തന്നു. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ഇടവകയിലെ പ്രോഗ്രാം മാറ്റിക്കളഞ്ഞ്, വികാരിയച്ഛൻ സംഘാടകരടക്കം മാറ്റിക്കളഞ്ഞ്. കാരണം എന്താണ്? കർത്താവേ, ഇത് പരിശുദ്ധനായവൻ വസിക്കുന്ന സ്ഥലമാണ്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. പരിശുദ്ധനായവൻ വസിക്കുന്ന, അതുകൊണ്ട് അകവും പുറവും നിങ്ങളുടെ വാഹനവും നിങ്ങളുടെ കാറും ഒക്കെ പള്ളിക്കകത്തുനിന്ന് ഇടുമ്പോ പരിശുദ്ധനായവൻ വസിക്കുന്ന സ്ഥലമാണിത്. വണ്ടിക്കാരെന്ന് പറഞ്ഞ് വണ്ടിക്കകത്തിരുന്ന് ഒച്ചയും ബഹളമൊന്നും ഉണ്ടാക്കിയേക്കരുത്. എത്ര വില കൂടിയ കാറാണെങ്കിലും വളരെ ശാന്തമായി, കാരണം പരിശുദ്ധന്റെ സ്ഥലമാണ് കർത്താവേ. അപ്പൊ വാഹനം വരുമ്പോൾ അത്രയും വിറയലോടും അത്രയും ബഹുമാനത്തോടു കൂടെ വണ്ടി അകത്തേക്ക് കയറാൻ പാടുള്ളൂ. അല്ലാണ്ട് ഹൂന്നും പറഞ്ഞ് നിങ്ങൾ കയറ്റി ഇങ്ങോട്ട് കൊണ്ടുവന്നേക്കരുത്. കാരണം പരിശുദ്ധനായവന്റെ പരിശുദ്ധി. ജ്ഞാനം 6:10 വായിച്ച്. ജ്ഞാനം 6:10 വായിക്കൂ. കർത്താവ് എന്നോട് ദേവാലയത്തിന്റെ പരിശുദ്ധിയെ കുറിച്ച് പറയാൻ ആവശ്യപ്പെടുകയാണ്. എൻ്റെ ചെവിട്ടിൽ സ്വരം കേൾക്കുകയാണ്. ദേവാലയത്തിന്റെ പരിശുദ്ധിയെ പറ്റി പറയാൻ കർത്താവ് ആവശ്യപ്പെടുകയാണ്. ഉറക്കെ വായിക്കും. വിശുദ്ധമായവ വിശുദ്ധിയോടെ ചെയ്താൽ നിങ്ങൾ, അപ്പൊ നിങ്ങൾ ഈ ദേവാലയത്തിന്റെ അകവും പരിസരവും നിങ്ങൾ വിശുദ്ധമായി സൂക്ഷിച്ചാൽ നിങ്ങൾ ആരായിത്തീരും? മറ്റൊരു ഫ്രാൻസിസ് സേവ്യർ ആയിട്ട് മാറും.
മറ്റൊരു അൽഫോൻസയായിട്ട് മാറും, മറ്റൊരു മദർ തെരേസയായിട്ട് മാറും, മറ്റൊരു പരിശുദ്ധ അമ്മയായിട്ട് മാറും. ഒറ്റ കാര്യത്തിൽ അകവും. അതുപോലെ തന്നെ കേട്ടാ, അൾത്താര ശുശ്രൂഷ ചെയ്യുന്നവർ ആരൊക്കെയാണ്? സ്ഥിരമായിട്ടാണോ? അൾത്താര ശുശ്രൂഷ ചെയ്യുന്നവർ മധുബഹയിൽ പരിശുദ്ധിയോടെ വേണം നിൽക്കാൻ. പരിശുദ്ധനായവന്റെ പരിശുദ്ധിയാണത്. അല്ലാണ്ട് ഓടി അങ്ങോട്ട് കയറി ഞാൻ നിന്നോളാന്ന് പറഞ്ഞ് നിന്നേക്കരുത്. ഞാൻ പിള്ളേരോട് പറഞ്ഞത് പേടിക്കും. കാരണം ഇതുപോലെ ഏലിയായുടെ ഈ അല്ലേ, ഏലി പ്രവാചകന്റെ പിള്ളേർ മക്കൾ അങ്ങനെ കാണിച്ചതാ. ബലിവസ്തു എടുത്തുകൊണ്ട് ഓടിക്കളഞ്ഞു. ബലിവസ്തു എടുത്തിട്ട് എന്തു പറ്റി? ആ പോയ പിള്ളേരും മരിച്ച്, അപ്പനും കഴുത്തൊടിഞ്ഞ് മരിച്ച്. ഉറക്കെ പറഞ്ഞ ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ പേടിക്കാനല്ല പറഞ്ഞത്, അതിപരിശുദ്ധമാണ്, അതിപരിശുദ്ധമാണ്, അതിപരിശുദ്ധമാണ്. അപ്പൊ വൈദികർക്ക് വേണ്ടി എന്തോരം നമ്മൾ പ്രാർത്ഥിക്കണം.